ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധൻ്റെ പരിമളം വിളങ്ങുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാനും അല്പസമയം ദൈവവചനവും സഭയുടെ വിശ്വാസ പഠനത്തിൻ്റെ ഭാഗമായി നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയ കൃപയ്ക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകാൽ പരിശുദ്ധ സഭ വളരെയേറെ പ്രാധാന്യത്തോടും വിശുദ്ധിയോടും കൂടി യാത്ര ചെയ്യുന്ന കുറേ ദിവസത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പരിശുദ്ധ ശ്ലീഹന്മാരുടെ നോമ്പ് നമ്മൾ കൊണ്ടാടുകയാണ്. 13 നോമ്പ്. കർത്താവായ യേശു തമ്പുരാന്റെ അപ്പോസ്തലന്മാരായ 12 പേരുടെ ജീവിത ക്രമങ്ങളും വിശുദ്ധി നടപടികളും സഭ നമുക്ക് ഈ നോമ്പിലൂടെ വരച്ച് കാട്ടുകയാണ്. ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പഠിപ്പിക്കലാണ് സഭയുടെ. അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം ഈ സഭയ്ക്ക് ആവശ്യമാണ്. അവരുടെ പഠിപ്പിക്കൽ വേദപുസ്തകത്തിൽ ഉള്ളതും ഇല്ലാത്തതുമായ പഠിപ്പിക്കലുകൾ നമ്മുടെ ഈ സഭയുടെ വളർച്ചയ്ക്ക് ആധാരമാണ്, അത് ആവശ്യമാണ് എന്ന് ഈ നോമ്പിലൂടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. നോമ്പിൻ്റെ വിശുദ്ധിയൊക്കെ പലവുര പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് ഇത് അനുഭവമായിട്ട് മാറുകയാണ്. അനുഷ്ഠിക്കുന്നവർക്ക് അനുഭവമായിട്ട് ഏത് നോമ്പും മാറുന്നുണ്ടോ എങ്കിലും ദൂരെ നിന്ന് ഈ നോമ്പിനെ നോക്കുന്നവർക്ക് വെറും നേരം പോക്കായിട്ട് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ദൂരെ നിന്ന് നോമ്പിനെ നോക്കുവാനല്ല പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് അനുഭവിച്ച് ഇതിൽ നിന്ന് ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവികരായിട്ട് തീരുക എന്നതാണ് സഭയുടെ പഠിപ്പിക്കൽ. അതുകൊണ്ട് ഈ ശ്ലീഹ നോമ്പിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, ഇത് അനുഭവമായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ഉതങ്ങുന്ന ഒരു ശൈലിയാണ് ഈ പരിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത്. എന്താ ഈ നോമ്പ് എന്ന് പറയുന്നത്? സഭയുടെ ജീവിത ശൈലിയാണ്. ലൈഫ് സ്റ്റൈൽ ഓഫ് ദ ചർച്ച് എന്ന നോമ്പിനെ പറ്റി പഠിപ്പിക്കുന്നത്. സഭയെപ്പറ്റി പഠിപ്പിക്കുമ്പോഴും സഭ എന്താണെന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ ജീവിത രീതികളെ പറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത്. സഭയുടെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സഭ അംഗങ്ങളുടെ ജീവിതശൈലിയാണ്. ഞാൻ നോമ്പ് നോക്കുന്നില്ല എങ്കിൽ ആ കുറവ് സഭയിലാണ് വെളിപ്പെടുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ സഭയിൽ ഒരു കുറവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ സാധ്യമാകരുത് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും പ്രതിബദ്ധതയോടും വേണം ഈ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട അനുഭവങ്ങളും ദൈവം നൽകുന്ന ആ ഒരു വലിയ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും ഈ നോമ്പിലൂടെ സാധിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വിശ്വാസ പഠന ക്ലാസ് എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. സഭയുടെ വിശ്വാസങ്ങളും സഭാവിശ്വാസികളിൽ കൂടുതലായിട്ട് ചെന്നെത്തേണ്ട ആവശ്യകതകൾ ഇന്നും ഉണ്ട്. കാരണം നാം ഉൾപ്പെടുന്ന അപ്പോസ്തോലിക സഭകളെ മാറി നിന്ന് വിമർശിക്കുന്ന ചില നവീന സഭകളുടെ ഒരു വളർച്ച ഇന്ന് കാണുന്നുണ്ട്. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഇതാണ് സത്യം, ഒൺലി ബൈബിൾ, വേദപുസ്തകം മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന ചിലര് നമ്മുടെ വിശ്വാസികളെ ശരിയായ പാതയിൽ നിന്ന് തെറ്റിക്കുവാനായിട്ട് ഒരു വലിയ ഉത്സാഹം കാണിക്കുമ്പോൾ ഈ സഭയുടെ വിശ്വാസം എന്താണ്, ഈ പിതാക്കന്മാരെന്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അറിയുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉടലെടുക്കേണ്ടത്. അവർ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇതാണ് വിശ്വാസമെന്ന് കേട്ട് നിന്നുകൊണ്ട് തിരിച്ചൊന്നും പറയാതെ നിൽക്കുമ്പോഴാണ്
ഈ സഭയുടെ ചില കുറവുകളിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, സഭയുടെ വിശ്വാസങ്ങളും അടിസ്ഥാനങ്ങളും മനസ്സിലാക്കുവാനുള്ള ഇതുപോലുള്ള ക്ലാസ്സുകൾ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ട ആവശ്യകതയുണ്ട്. ആദ്യം ഓർപ്പിച്ചതുപോലെ നോമ്പ് അനുഭവമായി മാറുമ്പോൾ അതിലൂടെ ഉടലെടുക്കേണ്ട ഒരു ജീവിത ശൈലിയുണ്ട്, ഒരു ലൈഫ് സ്റ്റൈൽ, ആരാധനാ ശൈലിയാണ്. ആരാധന നമുക്കറിയാം, ദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന പല രീതികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അതിലൊന്ന്, ദൈവസന്നിധിയിൽ ഒരു ഇമോഷണൽ വർഷിപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. ഇമോഷണൽ, വൈകാരികമായിട്ടുള്ള ഒരു ആരാധന ശൈലി ഇന്നുണ്ട്. വൈകാരികം എന്ന് വെച്ചാൽ വികാരങ്ങളുടെ ഒരു വേലിയേറ്റവും വേലിയിറക്കവും നമ്മുടെ പ്രാർത്ഥനകളിൽ ഇന്ന് കാണുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ എന്തെന്ന് നമുക്കറിയുന്നില്ല, കേൾക്കുന്നത് എന്താണെന്ന് അവർക്കും അറിയുന്നില്ല. ചില ശബ്ദ കോലാഹലങ്ങളുടെ ഒരു ആരാധന ശൈലി ഇന്ന് സമൂഹത്തിലുണ്ട്. അതിന് പുറകെ നമ്മളും പോകുന്നുണ്ട് ചിലരൊക്കെ. കാരണം ശബ്ദങ്ങളുടെ ഇടയിലാണ് ദൈവം സ്ഥിതി ചെയ്യുന്നത്, അവിടെയാണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് അറിഞ്ഞു പോകുന്ന ചിലരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണോ? ഈ ഇമോഷണൽ വർഷിപ്പാണോ? വികാരങ്ങളുടെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശൈലിയാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ഒരു ചോദ്യമാണ് അവിടെ. രണ്ടാമത്തെ ഒരു ആരാധന ശൈലിയുണ്ട്, ഇന്റലക്ച്വൽ വർഷിപ്പ് എന്നാ പറയുന്നത്. ഭൗതികമായിട്ട് ദൈവത്തെ ആരാധിക്കുക, ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്നു എങ്കിൽ മറിയാം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്ന് കർത്താവിൻ്റെ അമ്മയായിട്ട് മാറില്ലായിരുന്നു. കാരണം എന്താ? പുരുഷനെ അറിയാതെ നീ പ്രസവിക്കുമെന്ന് ദൈവവചനം കേട്ടപ്പോൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടേനെ. പക്ഷെങ്കിൽ വിശ്വാസത്തിൽ, ഭക്തിയിൽ നിന്നതുകൊണ്ട് അവൾ ഇന്ന് ദൈവത്തിൻ്റെ അമ്മയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചൊന്നും ദൈവത്തെ ആരാധിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അത് ദൈവം തരുന്ന ഭക്തിയാണ്. ഭക്തിയിലൂടെ നമുക്ക് ദൈവത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ആരാധന ശൈലി ഞാൻ പറഞ്ഞ് ഒരു ഇന്റലക്ച്വൽ വർഷിപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. മൂന്നാമത് ഒരു ആരാധന ശൈലിയുണ്ട്, അതാണ് ട്രഡീഷണൽ വർഷിപ്പ് എന്ന് പറയുന്നത്. പാരമ്പര്യ രീതിയിലുള്ള ഒരു ആരാധന ശൈലിയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സഭ ഉറച്ചു നിൽക്കുന്ന ഒരു വാക്യമാണ് പാരമ്പര്യം എന്ന് പറയുന്ന ഒരു വാക്യം. പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമാണ് നമുക്കുള്ളത്. പക്ഷേ ഈ പാരമ്പര്യത്തിൽ തന്നെ പ്രശ്നമുണ്ട്. നല്ല പാരമ്പര്യമുണ്ട്, നല്ലതല്ലാത്ത പാരമ്പര്യമുണ്ട്. ഏത് സ്വീകരിക്കണമെന്ന് ഇന്ന് വിശ്വാസികൾ ഒരു കൺഫ്യൂഷനിലാണ്. യഥാർത്ഥത്തിൽ ഈ പാരമ്പര്യവും വിശ്വാസവും വേദപുസ്തകവും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വളരെയേറെ ആക്രമിക്കുന്ന ഒരു വാക്കാണ്. പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ പാരമ്പര്യം? ഇതിലെന്തെങ്കിലും സാങ്കത്യമുണ്ടോ? ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഓർത്തഡോക്സ് സഭകൾ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പാരമ്പര്യം വേണ്ട, വേദപുസ്തകം മാത്രം മതി എന്ന് പറയുന്ന ചില കൂട്ടരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം എന്താണ് എന്ന് ദൈവം യേശു തമ്പുരാൻ തന്നെ വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ വേദപുസ്തകത്തിൽ വളരെ മനഃപൂർവം ചിന്തിച്ചുകൊണ്ട് ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. ആ തെറ്റാ ഈ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടത്. വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാലും പാരമ്പര്യം എന്ന വാക്ക് കാണത്തില്ല, ഈ മലയാള വേദപുസ്തകത്തിൽ. എന്നാൽ ഇതിൻ്റെ ഗ്രീക്ക് മൂലകത്തിൽ, ഇതിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ പാരമ്പര്യം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പാരഡോക്സിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തർജ്ജിമയാണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഇതിന് നൽകുന്ന വാക്കുകൾ മറ്റു വാക്കുകളാണ്. ഒന്ന് സമ്പ്രദായം എന്ന വാക്കും രണ്ട് പ്രമാണം എന്ന് പറയുന്ന വാക്കും. ഇത് രണ്ടും തെറ്റാണ്. ഈ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ രണ്ട് വാക്കുകളും തെറ്റാണ്. എന്നാൽ പാരമ്പര്യം എന്ന് തന്നെ തർജ്ജിമ ചെയ്യണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ള പാരമ്പര്യ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ ശ്ലീഹ സുവിശേഷം 15:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാൻ വിമർശിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 15:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പരീശന്മാരുടെ അവരുടെ ജീവിത രീതികളെയും അവരുടെ പഠിപ്പിക്കലാകുന്ന സമ്പ്രദായത്തെ യേശു തമ്പുരാൻ വിമർശിക്കുന്നുണ്ട്. ഇത് തെറ്റായ പാരമ്പര്യം. കാരണം ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ഇതാണ് അവരുടെ പ്രശ്നം.
അപ്പൊ പാരമ്പര്യത്തിൽ തന്നെ പ്രശ്നമുണ്ട്. ദൈവം തന്നെ എടുത്തു കാണിക്കുക. യേശു തമ്പുരാൻ തന്നെ പറയുക, നിങ്ങൾ ഉണ്ടാക്കിയ പാരമ്പര്യം എന്ന് വെച്ചാൽ ദ ട്രഡീഷൻ ഓഫ് മെൻ, മനുഷ്യൻ ഉണ്ടാക്കിയ പാരമ്പര്യം തെറ്റാണെന്ന് യേശു പഠിപ്പിക്കുകയാണ്. കാരണം അവർ ദൈവവചനത്തെ ദുർബലമാക്കുക. പ്രവാചക സന്ദേശം അവിടെ കാണുന്നുണ്ട്. അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നില്ലാത്ത അവസ്ഥ. ഇതാ മനുഷ്യനുണ്ടാക്കിയ പാരമ്പര്യം. യേശു വിമർശിക്കുക. വേദപുസ്തകത്തിൽ കാണുന്ന ക്രിസ്തു പറഞ്ഞ ഒന്നാമത്തെ പാരമ്പര്യം. ഈ പാരമ്പര്യമല്ല നമ്മൾ പിന്തുടരേണ്ടത്, മനുഷ്യനുണ്ടാക്കിയ പാരമ്പര്യമല്ല. എന്നാൽ ദ ട്രഡീഷൻ ഓഫ് അപ്പോസ്റ്റൽസ്, അപ്പോസ്തോലന്മാരുടെ പാരമ്പര്യം എന്ത് ആണ് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2:15 അപ്പോസ്തലന്മാരെ തന്നെ പറയുക, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തരുന്ന പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. വേദപുസ്തകത്തിൽ കാണുന്ന വാക്ക് പ്രമാണമെന്ന, പാരമ്പര്യമെന്നല്ല. തെറ്റാണ്. പാരമ്പര്യമെന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. അപ്പോസ്തലന്മാരുടെ വാക്ക്, ലേഖനങ്ങൾ, പഠിപ്പിക്കൽ, ഇതാണ് പാരമ്പര്യം. ഇത് വേദപുസ്തകത്തിൽ മുഴുവനും കാണുന്നില്ല. പിതാക്കന്മാരുടെ എഴുത്തിലൂടെ വാമൊഴിയായിട്ട് ലഭിച്ചിട്ടുള്ളത് പറഞ്ഞു കേട്ട് വിശ്വസിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നു. പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് നാം പിന്തുടരേണ്ട പാരമ്പര്യമാണ് ദ ട്രഡീഷൻ ഓഫ് അപ്പോസ്തോലസ്, അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം, അവരുടെ പഠിപ്പിക്കല്, ജീവിത രീതികള്, ക്രമങ്ങൾ. അല്ലാതെ മനുഷ്യനുണ്ടാക്കിയ പാരമ്പര്യമാണ് പരീശന്മാരുടെ പാരമ്പര്യം. അത് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ആരാധന ശൈലിയായിട്ട് മനസ്സിലാക്കുന്നത് ദ ട്രഡീഷൻ ഓഫ്, അല്ലെങ്കിൽ ദ ട്രഡീഷണൽ വർഷിപ്പ്, പാരമ്പര്യമായിട്ടുള്ള ആരാധന. അതിൽ സ്വീകരിക്കേണ്ട ആരാധനയാണ് ഞാൻ പറഞ്ഞത് അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം. ഇങ്ങനെ 3 തരത്തിലുള്ള ആരാധന ശൈലികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇമോഷണൽ വർഷിപ്പ്, ഇന്റലക്ച്വൽ വർഷിപ്പ് ആൻഡ് ദ ട്രഡീഷണൽ വർഷിപ്പ്, ഇതൊക്കെ നമ്മുടെ ജീവിത രീതിയിൽ ഇവിടെ ഉണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന ശൈലിയുണ്ട്. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ എന്നെ വർഷിപ്പ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ യാചനകൾ അർപ്പിക്കേണ്ടത്, ഇത് യേശു തമ്പുരാൻ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന ശൈലിയുണ്ട്. ദിവസവും ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ആരാധന ശൈലി. ഗോഡ് നീഡ്സ്, അല്ലെങ്കിൽ ഗോഡ് വാണ്ട്സ് സിൻസിയർ വർഷിപ്പ്. ഒറ്റ വാക്കിൽ പറയാം, വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള ആരാധന. ആത്മാർത്ഥമായിട്ടുള്ള ആരാധന, ഉള്ളിൽ നിന്ന് വരുന്ന ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പല ശൈലികളുണ്ടെങ്കിലും ദൈവത്തിന് ആഗ്രഹം ഇതാ, നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആരാധന ദൈവം സ്വീകരിക്കുന്നു. ഇത് വ്യക്തമായിട്ട് ഒരു വാക്യത്തിലൂടെ ഒന്ന് പഠിച്ചതിന് ശേഷം പ്രധാന വേദഭാഗത്തിലേക്ക് വരാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് 2 കൊരിന്ത്യർ 10:17 ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആരാധന ശൈലി വ്യക്തമായിട്ട് കാണാം വേദപുസ്തകത്തിൽ. 2 കൊരിന്ത്യർ 10:17 ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, സ്വയം പുകഴ്ത്തുന്നവനല്ല, ബാക്കി പറയാം, സ്വയം പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൈക്കൊള്ളുന്നവൻ എന്ന വാക്യം മനസ്സിലൊന്ന് ഹൃദ്യസ്ഥമാക്കി വെക്കുക. ഈ വാക്ക്, സ്വയം പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ അംഗീകരിക്കപ്പെടുന്നവൻ, കൈക്കൊള്ളപ്പെടുന്നവൻ എന്നാണ് വേദപുസ്തകം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് പറയുന്ന ഒരു വാക്യമാണ്. ഇവിടെ നിന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ നോമ്പിലൂടെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട ഒരു ആരാധന ശൈലിയാണ് കർത്താവിൻ്റെ പുകഴ്ച ലഭിക്കുന്ന ആരാധന, ദൈവത്തിൻ്റെ ഒരു കമന്റ് ലഭിക്കുന്ന ഒരു ആരാധന. ദൈവം എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വയം പുകഴ്ത്തുന്നവനല്ല, ഞാൻ എന്നെപ്പറ്റി കൊള്ളാം എന്ന് പറയുന്നതല്ല, ഉയരത്തിലെ ദൈവമായ കർത്താവ് നിന്നെപ്പറ്റി പറയുന്നുണ്ട്, നീ കൊള്ളാം, നിന്റെ ആരാധനയാണ് നല്ലതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരാധന ശൈലിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ചില വ്യക്തികൾ വേദപുസ്തകത്തിലുണ്ട്. യേശു തമ്പുരാൻ പുകഴ്ത്തിയ ചില വ്യക്തികൾ, കർത്താവിൻ്റെ പുകഴ്ച ലഭിച്ച വ്യക്തികൾ, ദൈവം കമന്റ് ചെയ്ത ചില വ്യക്തികൾ. ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്, ഈ കമന്റ് ഞാൻ പറയാം, ആരാണ് നിങ്ങൾ പറയണം. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കാപട്യമില്ല. ആരെ പറ്റിയാ യേശു തമ്പുരാൻ പറഞ്ഞത്? വായിച്ചിട്ടുണ്ടോ? ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കാപട്യമില്ല എന്ന് പറയുന്ന യേശു ഒരു മനുഷ്യനെ പുകഴ്ത്തി. അവൻ്റെ പേര്
നഥാനിയേൽ എന്നാണ് ദിവസത്തെ പഠിപ്പിക്കുന്നുണ്ട്. നഥാനിയേൽ യേശു പുകഴ്ത്തിയ വ്യക്തി, പറഞ്ഞ വാക്ക് ഉള്ളിൽ കൊണ്ടുവരിക. കർത്താവ് പുകഴ്ത്തിയ ഒരു വ്യക്തിയാണ് നഥാനിയേൽ. കാരണം കാപട്യമില്ല, ഉള്ളിൽ കപടതയില്ല, കളങ്കമില്ല, നിഷ്കളങ്കത മാത്രമുള്ള വ്യക്തികളുടെ ആരാധന ദൈവം സ്വീകരിക്കുന്നു. ഈ നോമ്പ് നോക്കുമ്പോൾ ഉള്ളിൽ വിദ്വേഷവും വൈരാഗ്യവും കളങ്കതയും വെച്ചുകൊണ്ട്, കാപട്യവും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ നോമ്പ് നോക്കുന്നുവെങ്കിൽ, ഈ ആലയത്തിൽ വരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ പരിശുദ്ധനെ വിളിക്കുന്നുണ്ട് എങ്കിൽ ഇത് ദൈവം അംഗീകരിക്കത്തില്ല. മറിച്ച് കാപട്യമില്ലാത്തവൻ ഇല്ലാത്തവൾ എന്ന് ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധന ശ്രേഷ്ഠമാണ്. നഥാനിയേലിനെ ദൈവം വിളിച്ച വാക്ക് ശ്രദ്ധിക്കുക. സാക്ഷാൽ ഇസ്രായേലി ദൈവത്തിൻ്റെ പുകഴ്ച ലഭിച്ച ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ ഒരു വ്യക്തിയുണ്ട്, അതും ഒരു പുരുഷനാണ്. ദൈവം പുകഴ്ത്തിയത് ഇങ്ങനെയാണ്: സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ മറ്റാരുമില്ല. ആരെപ്പറ്റിയാ യേശു പറഞ്ഞത്? വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ പറ്റിയാ പറഞ്ഞത്. മുന്നോടിയാണവൻ, വഴിയൊരുക്കുവാൻ വന്നവനാണ്, ഉദയ നക്ഷത്രമാണ്, ക്രിസ്തുവിനെ സ്നാനം കഴിപ്പിച്ചവനാണ്. അവനെപ്പറ്റി യേശു കമന്റ് ചെയ്തു, ഇവൻ സാക്ഷാൽ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ മറ്റാരുമില്ല എന്ന് യേശു പറഞ്ഞ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. അവന്റെ ആരാധന എങ്ങനെയായിരുന്നു? ഈ യോഹന്നാൻ സ്നാപകന്റെ ആരാധന എങ്ങനെയാണ്? അവന്റെ ഒറ്റ വാക്ക് പഠിച്ചാൽ മതി നമ്മൾ. ഞാൻ കുറയണം, അവൻ വളരണം. ഞാൻ എന്ന വ്യക്തി കുറഞ്ഞ് ദൈവം വളരണം, ക്രിസ്തു വളരണം, മറ്റുള്ളവർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആരാധനാ ശൈലി ദൈവം പുകഴ്ത്തുന്നുണ്ട്. നമ്മളെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നതാണ്. നീ വലിയവനാണ് എന്ന് ദൈവം പറയണമെങ്കിൽ ഈ ആരാധന ശൈലി സ്വീകരിക്കണം. സ്വയം താഴ്ത്തുന്ന ആരാധന യോഹന്നാൻ സ്നാപകന്റെ. മൂന്നാമത് ഒരു സ്ത്രീയാണ്. യേശു പുകഴ്ത്തുന്നുണ്ട്. ഇവൾ നല്ല അംശം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ആരെപ്പറ്റിയാ? മറിയാം, മാർത്ത, മറിയാം സഹോദരിമാരിൽ ഒരുവളെ പറ്റി യേശു പറഞ്ഞു, ഇവൾ നല്ല അംശം തെരഞ്ഞെടുത്തു. എന്താ മറിയ എടുത്ത നല്ല അംശം? ഏതാ? മറിയത്തെ ദൈവം പുകഴ്ത്തുവാനുള്ള കാരണം എന്താ? നല്ല അംശം അവൾ തിരഞ്ഞെടുത്തു. കാരണം ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുവാൻ ആഗ്രഹിച്ച മറിയ, ദൈവ വചനം പഠിക്കുവാൻ ആഗ്രഹിച്ച മറിയ, അടുത്തു ചെല്ലുവാൻ ആഗ്രഹിച്ച മറിയ, നോമ്പിലൂടെ അടുത്തു ചെല്ലണം, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ചെന്ന് അവിടെ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ അറിയുവാനും പഠിക്കുവാനും സാധിച്ചു കഴിയുമ്പോൾ ദൈവം പറയും, നീ കൊള്ളാം. നിന്നെപ്പറ്റി ദൈവം കമന്റ് ചെയ്യും, ദൈവം നിന്നെ പുകഴ്ത്തും. അതാണ് സ്വർഗത്തിലെ വലിയ ശ്രേഷ്ഠമായ ആരാധനയായിട്ട് നമ്മൾ ഇവിടെ നിന്ന് അർപ്പിച്ച് സുഗന്ധ ധൂപത്തോടൊപ്പം ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അയക്കുന്നത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് ദൈവം പറഞ്ഞ വാക്കാ, മറ്റാരും പറഞ്ഞതല്ല. നീ നല്ല അംശം തിരഞ്ഞെടുത്തു. ഞാൻ നല്ല അംശം തിരഞ്ഞെടുക്കണമെങ്കിൽ പാദപീഠത്തിൽ വചനം ശ്രവിക്കുന്ന മനുഷ്യരായിട്ട്, ഒന്നുമില്ലാത്ത മനുഷ്യരായിട്ട് ചെന്ന് അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുക. നാലാമത് ഒരു സ്ത്രീ കൂടിയുണ്ട് വേദപുസ്തകത്തിൽ. യേശു കമന്റ് ചെയ്ത സ്ത്രീ. ഇവളുടെ വിശ്വാസം ഏറ്റവും വലിയത്. ആരെപ്പറ്റിയാ പറഞ്ഞത്? ഇവളുടെ വിശ്വാസം ഏറ്റവും വലിയത് ഒരു സ്ത്രീയാ, കനാന്യ സ്ത്രീ എന്ന വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ അടുക്കൽ ചെന്നു, ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് യാചിക്കുന്ന ഒരു സ്ത്രീയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. യേശു പോലും അവളെ തള്ളി മാറ്റുകയാണ്. അവസാനം അവൾ ചെയ്തു, കവിണ് വീണു. ക്രിസ്തുവിന്റെ കാൽക്കൽ കവിണ് വീണു. കാൽക്കൽ കുറുകെ കവിണ് വീണാൽ യേശുവിന് പിന്നെ അവളെ ചവിട്ടിയിട്ടേ പോകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യനെ പോലും ചവിട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അവളുടെ വിശ്വാസം യേശുവിനെ ആകർഷിച്ചു. അതാണ് അവൾ വിജയിച്ചത്. വിശ്വാസം കൊണ്ട് ദൈവത്തെ ആകർഷിച്ച ഒരു ജീവിത ശൈലി, ആരാധന ശൈലിയാണ് കനാന്യ സ്ത്രീയുടെ. അതുകൊണ്ട് ദൈവം കമന്റ് ചെയ്തു, ഇവളുടെ വിശ്വാസം ഏറ്റവും വലുത്. മറ്റാരെ പറ്റി ഈ ഏറ്റം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വിശ്വാസം വലിയത്, വിശ്വാസം രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഏറ്റവും വലിയ വിശ്വാസമെന്ന് ഈ കനാന്യ സ്ത്രീയെ പറ്റി യേശു പറഞ്ഞതിന് കാരണം അവളുടെ വിശ്വാസ ജീവിതം യേശുവിനെ ആകർഷിക്കത്തക്കതായിരുന്നു. സാധിക്കുന്നുണ്ടോ? നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മളെ യേശുവിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കമന്റ് ചെയ്യും, നിന്റെ വിശ്വാസം വലുത്, നീ കപട്യമില്ലാത്തവനാണ്, നീ വലിയവനാണ്, നീ ഏറ്റവും നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് യേശു തമ്പുരാൻ പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ 3 നോമ്പിന്റെ തുടക്കമാണ്, 3ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ആരാധന ശൈലിയാണ്. ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഗോഡ് നീഡ്സ്. ദൈവത്തിന് വേണം നമ്മുടെ ആരാധന.
അത് ആത്മാർത്ഥമായിട്ടുള്ള ആരാധന, ഒരു സിൻസിയർ വർഷിപ്പാണ്. അതിൽ കൂടുതൽ ദൈവശാസ്ത്രവും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ വ്യക്തികളെ ഒന്ന് പഠിച്ചാൽ മാത്രം മതി. കളങ്കമില്ലാതെ നീ പ്രാർത്ഥിക്കുക, കളങ്കമില്ലാത്ത പ്രാർത്ഥന, ഉള്ളിൽ നിഷ്കളങ്കതയോടുകൂടി ദൈവത്തെ സമീപിക്കുക, നിന്റെ വിദ്വേഷങ്ങളൊക്കെ മാറ്റുക, വൈരാഗ്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഈ നോമ്പ് നോക്കുക. നീ താഴുക. യോഹന്നാൻ പറഞ്ഞതുപോലെ സ്വയം താഴ്ത്തി ദൈവത്തെ ആരാധിക്കുക. നല്ല അംശം തിരഞ്ഞെടുക്കുക. നല്ല അംശം ദൈവത്തിൻ്റെ വചനം പഠിക്കുക എന്ന് പറയുന്ന അംശമാണ്. അത് പഠിച്ചതിനു ശേഷം നീ ആകർഷിക്കണം, ക്രിസ്തുവിനെ ആകർഷിക്കണം. നിന്റെ ജീവിത രീതി കൊണ്ടും നിന്റെ വിശ്വാസം കൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും നിന്റെ വാക്കുകൊണ്ടും നിന്റെ ജീവിതം കൊണ്ടും ദൈവത്തെ നീ ആകർഷിക്കുക. അതാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് എന്ന് ആമുഖമായിട്ട് ഈ നോമ്പിൻ്റെ ആരംഭത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്നേ ദിവസം അല്പസമയം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് പരിശുദ്ധൻ്റെ ഈ കബറിടത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്ന വാക്കിലൂടെ കടന്നു പോകാതിരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അത്രമാത്രം ഒരു വിശുദ്ധിയുടെ പരിമളമാണ് ഇവിടെ നമ്മൾ ആസ്വദിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം ഉടനീളം പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ലാതായി മാറുകയാണ്. കാരണം അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളെപ്പോലെ ജനിച്ച് ജീവിച്ച് ഇവിടെ ഒരു പരിശുദ്ധനായിട്ട് ഈ വ്യക്തി മാറിയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം ഈ വ്യക്തിക്ക് നൽകിയത്. അതിലെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് വിശുദ്ധി എന്ന് പറയുന്ന ഒരു അനുഭവം. എന്താണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്? അതിലെ ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളും ഒന്ന് പഠിച്ചതിന് ശേഷം ഒരു വേദഭാഗത്തിലൂടെ കടന്നുപോയിട്ട് ഈ വിശുദ്ധന്മാരുടെ ശ്രേഷ്ഠതകൾ എന്താണ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ എന്നാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധി എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, നമ്മൾ പലവുര ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ പലവുര ഉപയോഗിക്കുന്ന വാക്കാണ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ്, പിതാക്കന്മാർ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ വിശുദ്ധിയുള്ളവരായി തീരണം, നിങ്ങളുടെ ജീവിതം വിശുദ്ധമാകണം, മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നിങ്ങൾ നയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ഈ വിശുദ്ധിയെ പറ്റി പഠിച്ചാൽ ഇങ്ങനെ പറയാം, ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകുന്ന ഒരു വരമാണ്, ഒരു ദാനമാണ് വിശുദ്ധി, അല്ലെങ്കിൽ ഒരു കരിസ്മ എന്ന് പറയും. കരിസ്മ എന്ന് പറഞ്ഞാൽ ദാനമാണ്. ദൈവം നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ട് ദൈവം തരുന്ന ഒരു ദാനമാണ് വിശുദ്ധി എന്ന് പറയുന്ന വാക്ക്. ഓർത്തുകൊള്ളണം, ഇത് ദൈവം നമുക്ക് ഫ്രീ ആയിട്ട്, ഒരു ഫ്രീ ഗിഫ്റ്റാണ് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ജീവിത ശൈലിയായിട്ട് ദൈവം നമുക്ക് തരുന്നതാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്. പക്ഷേ വിശുദ്ധി ദൈവം നമുക്ക് തരണമെങ്കിൽ അതനുസരിച്ച് ഒരു ജീവിതം നമുക്കുണ്ടാകണം. അത് സ്വീകരിക്കുവാൻ ആത്മ ശരീര മനസ്സുകളെ ഒന്ന് ക്രമപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. ദൈവം തരുമെന്ന് പറഞ്ഞാലും ഇത് സ്വീകരിക്കുവാൻ തക്ക പ്രാപ്തം നമ്മുടെ ജീവിതം ആക്കി മാറ്റണം. പരിശുദ്ധ കന്യകമറിയാമിനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം എങ്ങനെയാണ് ഈ വിശുദ്ധി എന്ന് പറയുന്ന അനുഭവം ഈ അമ്മ സ്വീകരിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ സ്വീകരിച്ചത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന ആ സമയത്താണ് ഗബ്രിയേൽ മാലാഖ വന്നു എന്ന് പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാണ് മാലാഖ എന്ന് പറഞ്ഞ ആദ്യ വാക്ക്. കൃപ നിറഞ്ഞവളെ എന്നാണ് പറഞ്ഞത്. കൃപ അവളിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്നറിയാമോ, ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നു. ഈ 3 വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിയിടണം. വിശ്വാസം, അനുസരണം, സ്നേഹം, ഇത് പൂർണ്ണമാകണം. ഇത് ദൈവത്തോടായിരിക്കണം ഈ ഒരു അനുഭവം ഉണ്ടാകേണ്ടത്. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കണം, ദൈവത്തെ പൂർണ്ണമായി നീ വിശ്വസിക്കണം. ഇതാണ് വിശുദ്ധിയുടെ യോഗ്യത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ജീവിതത്തിലേക്കാണ് ദൈവം മാലാഖയെ അയച്ചിട്ട് പറയുന്നത്, നിനക്ക് കൃപ ലഭിച്ചുവെന്ന്.
നിനക്ക് വിശുദ്ധി ലഭിച്ചു എന്ന ദൈവം പറയുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കണം. അല്ലാതെ മനുഷ്യ നിർമ്മിതമായ ദൈവത്തെ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, ആൾ ദൈവങ്ങളെ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. എനിക്ക് ജീവൻ തന്ന, എനിക്ക് ഈ ശ്വാസം തന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന അനുഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധിയെപ്പറ്റി ദൈവം നൽകുന്ന ആഹ്വാനമാണ്, നീ ജീവിതത്തിൽ ക്രമമായിട്ട് ജീവിക്കുക, നിനക്ക് ഞാൻ തരുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന അനുഭവമാണ് വിശുദ്ധി എന്നത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു ചോദ്യം, ആരാണ് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ എന്ന് പറയുന്ന വാക്യം? ആരാണ് ഈ വിശുദ്ധർ, അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന് പറയുന്നത് ആരാണ്? വേദപുസ്തകം ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമാണ് വിശുദ്ധൻ, ദൈവം ഒരുവനാണ് പരിശുദ്ധൻ എന്ന് പഴയ നിയമം പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ കൊയ്ദേശ് എന്ന വാക്കും പുതിയ നിയമത്തിൽ ഹഗിയോസ് എന്ന വാക്കുമാണ് ഈ വിശുദ്ധിക്കും വിശുദ്ധർക്കും ഒക്കെ ചേർത്ത് വിളിക്കുന്ന ഒരു വാക്ക്. എന്ന് വെച്ചാൽ കോൺസിക്രേറ്റഡ് ടു ഗോഡ്, ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടവർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ആരാണ് വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം ഏകനാണ് വിശുദ്ധൻ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം അതിൻ്റെ താക്കോൽ വാക്യമാണ് ലേവ്യ പുസ്തകത്തിലെ. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പൊ ദൈവം തന്നെ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവം പഠിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപാട് പുസ്തകം 15-ാം അധ്യായം 3-ാം വാക്യം, അവിടെ ദൈവത്തെ പറഞ്ഞിരിക്കുന്നത്, ദൈവം പരിശുദ്ധന്മാരുടെ രാജാവ് എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദൈവം പരിശുദ്ധന്മാരുടെ രാജാവ്. അപ്പൊ ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ മനസ്സിലാക്കാം, ദൈവമാണ് വിശുദ്ധരിൽ വിശുദ്ധൻ. ഇത് ഈ വേദവാക്യങ്ങൾ പഠിച്ചുകൊണ്ടാവാം സെന്റ് സൈമൺ ദ ന്യൂ തിയോളജിയൻ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ പറ്റി പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായിട്ട് ആരാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ഓർത്തോണം. ദൈവം പ്രവാചകന്മാരുടെ ഉപദേഷ്ടാവാണ്. നാം വിശ്വസിക്കുന്ന ഈ ദൈവം പ്രവാചകന്മാരുടെ ഉപദേഷ്ടാവാണ്. ഈ ദൈവം അപ്പോസ്തലന്മാരുടെ സഹയാത്രികനാണ്, അപ്പോസ്തലന്മാരുടെ കൂടെ നടക്കുന്നവരാണ് ഈ ദൈവം. പിന്നെ പറയുന്നുണ്ട്, ഈ ദൈവം രക്തസാക്ഷികളുടെ ശക്തിയാണ്, ദൈവത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞവരുടെ ശക്തിയാണ് ഈ ജീവനുള്ള ദൈവം. പിന്നെയും പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ പ്രചോദനമാണ്, പിതാക്കന്മാർക്ക് പ്രവർത്തിക്കുവാൻ പ്രചോദനം ഈ ദൈവമാണ് നൽകുന്നത്. അതുകൊണ്ട് പിതാക്കന്മാരുടെ പ്രചോദനമാണ് ദൈവം. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ദൈവം പരിശുദ്ധന്മാരുടെ പൂർണ്ണതയാണ്, ദ പെർഫെക്ഷൻ ഓഫ് സെയിൻസ് എന്നാ പറഞ്ഞത്, പരിശുദ്ധന്മാരുടെ പൂർണ്ണത. അപ്പം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാം, ദൈവമാണ് പരിശുദ്ധൻ, ദൈവമാണ് ഏകനായ പരിശുദ്ധൻ. പരിശുദ്ധന്മാർക്കും ശ്ലീഹന്മാർക്കും അപ്പോസ്തലന്മാർക്കും പൂർണ്ണത നൽകുന്നത് ദൈവമായതുകൊണ്ട് ദൈവം ഏകൻ മാത്രമാണ് പരിശുദ്ധൻ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ ഭാഗം അവിടെ വിടുകയാണ്. ഇനിയും മൂന്നാമത്, നാമൊക്കെ വിശുദ്ധന്മാരാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ നാമൊക്കെ വിശുദ്ധന്മാരാണോ? വിശുദ്ധി നമ്മളിലുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം ദാനമായി നൽകുന്നതാണ് ഈ വിശുദ്ധിയെങ്കിൽ ഈ വിശുദ്ധി ഞാനും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ഉത്തരം അതെ എന്ന് തന്നെ, വിശുദ്ധി ഉണ്ട്. ഓൾ ക്രിസ്ത്യൻസ് ആർ സെയിൻസ്. ദിവസം പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ വിളിക്കുന്നുണ്ട്, കൊരിന്ത്യരെയും കൊലോസ്യരെയും ഫിലിപ്പിയരെയും പൗലോസ്ലീഹ വിളിക്കുന്ന ഒരു വാക്കാണ്, ക്രിസ്തു യേശുവിൽ എന്താ വിളിക്കാൻ അറിയാമോ? ക്രിസ്തു യേശുവിൽ വിശുദ്ധന്മാരായുള്ളവരെ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത് പൗലോസ്ലീഹ. ക്രിസ്തു യേശുവിൽ വിശുദ്ധന്മാരായുള്ളവർ. അപ്പോൾ ആ സമൂഹത്തിലുള്ളവരൊക്കെ വിശുദ്ധന്മാരായിരുന്നു എന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമുണ്ട്, ഓർത്തുകൊള്ളണം. ഞാൻ വിശുദ്ധനാണ്, നിങ്ങൾ വിശുദ്ധരാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു മാനദണ്ഡമുണ്ട്. എന്തെന്നറിയാമോ?
All Christians are saints by virtue of their connection with Jesus Christ. മലയാളം ഇതാ, ക്രിസ്തു യേശുവുമായുള്ള ബന്ധത്തിൻ്റെ നന്മയിലാണ് നമ്മൾ വിശുദ്ധരാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇതാ മാനദണ്ഡം. യേശു ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ നന്മ അതനുസരിച്ചിരിക്കും ഞാനും നിങ്ങളും വിശുദ്ധരാണോ അല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമല തിരുമേനി, പരിശുദ്ധനായ ദിവന്യാസൂസ് തിരുമേനി ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധന്മാരാണ്. എന്തുകൊണ്ട് ഇവരെ സഭ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ ഈ ഒറ്റ ഉത്തരം നമുക്ക് പറഞ്ഞാൽ മതി. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. their connection with Jesus Christ was high. ദൈവവുമായുള്ള അവരുടെ ബന്ധം വളരെയേറെ ഉയർന്നതും ആഴമുള്ളതും ആയിരുന്നു. ഉള്ളതുകൊണ്ടാണ് ഈ സഭ അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. ഞാനും നിങ്ങളും അല്ലെ എന്നെ നിങ്ങളെയും ഈ സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. നമ്മുടെ ആഴം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴം അത് ഒട്ടുമില്ല. ഒരു ചെറിയ ആഴം പോലുമില്ല, വിശാലമല്ല നമ്മുടെ ആഴം. ഇവരുടെ വിശ്വാസത്തിൻ്റെ ആഴം നമ്മളെക്കാൾ 10 മടങ്ങ് വലുതായിരുന്നു. ഇവരുടെ ത്യാഗത്തിൻ്റെ ആഴം നമ്മളെക്കാൾ 10 മടങ്ങ് വലുതായിരുന്നു. ദൈവത്തോടുള്ള ഇവരുടെ അനുസരണം നമ്മളെക്കാൾ വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് അവരെ പരിശുദ്ധന്മാരായിട്ട് സഭ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇവരുടെ ജീവിതം പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും വിശുദ്ധരാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാമെങ്കിലും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ അതേത് സഭയിൽ നോക്കിയാലും എല്ലാ സഭകളിലും വിശുദ്ധന്മാരായിട്ട് ചിലരെ പ്രഖ്യാപിക്കുന്നുണ്ട്. അവരുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ അത് അനുഭവമാക്കാൻ നമുക്ക് വലിയ പ്രചോദനമായിട്ട് മാറണം. ഒടുങ്ങാത്ത ആവേശമായിട്ട് അവരുടെ ജീവിതം മാറണം. കാരണം യേശുവിനെ അത്രമാത്രം സ്നേഹിച്ച് വിശ്വസിച്ച് അനുസരിച്ച് ജീവിച്ചവരെയാണ് പിതാക്കന്മാർ പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മാനദണ്ഡം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ സ്നേഹിച്ച വ്യക്തികളാണ്, ദൈവത്തെ അനുസരിച്ച വ്യക്തികളാണ്, ദൈവത്തിൽ വിശ്വസിച്ച വ്യക്തികളായതുകൊണ്ട് ഒരുപാട് ഉള്ളതുകൊണ്ട് അവർ വിശുദ്ധന്മാരായിട്ട് സഭ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. നാലാമതൊരു ചോദ്യമുണ്ട്. ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത നമുക്ക് ആവശ്യമാണോ? വിശുദ്ധന്മാരുടെ മധ്യസ്ഥത ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ വന്ന് ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കേണ്ട ആവശ്യകത ഉണ്ടോ? ചിലർ ചോദിക്കുക, എന്തിനാ ഇവിടെ പരിമലയിൽ വരുന്നത്? എന്തിനാണ് കബറിടങ്ങളിൽ പോയി നിങ്ങളിങ്ങനെ ആരാധിക്കുന്നത്? എന്തിനാ അവിടെ പോയി നിങ്ങളിങ്ങനെ കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് വെറുതെ സമയം കളയുന്നത് എന്ന് മാറി നിന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനുള്ള ഒരു ഉത്തരം, ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരു മധ്യസ്ഥൻ ആവശ്യമാണ്. ദിവസം പഠിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥൻ, ഒൺലി മീഡിയേറ്റർ എന്ന വേദോസം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ യേശുക്രിസ്തുവിനും മനുഷ്യനുമിടയിൽ ഉള്ള ഒരു മധ്യസ്ഥരാണ് ഈ വിശുദ്ധന്മാരെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. യേശുക്രിസ്തുവിനും മനുഷ്യനും ഇടയിലുള്ള ഒരു ഇന്റർസെസർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു പുത്രൻ തമ്പുരാൻ നമുക്കുണ്ടെങ്കിൽ അവരോട് അടുത്ത് നിൽക്കുന്നവരാണ് ഈ വിശുദ്ധന്മാരും പരിശുദ്ധന്മാരും. പ്രത്യേകിച്ച് ഇവരെ നമ്മളെ മറക്കാൻ പാടില്ല. ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വീട് പത്തനംതിട്ട അടുത്ത് ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ട് ഈ പരിമലയിലേക്ക് വരിക എന്ന് ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇലന്തൂരിൽ നിന്ന് തെക്കേമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ തെക്കേമല വന്നപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് വന്നു, കൺഫ്യൂഷൻ വന്നു. പരിമലയിൽ എങ്ങോട്ടാണ് പോകേണ്ടത്? പരിമലയുള്ള വഴി എനിക്കറിയില്ല. അവിടെ നിന്ന് ഒരു വ്യക്തിയോട് ചോദിച്ചു, പരിമലയ്ക്ക് പോകുന്ന വഴി ഏതാണ്? അദ്ദേഹം പറഞ്ഞു, ഈ വഴി പോയാൽ മതി, ആറന്മുള വഴി ചെങ്ങന്നൂർ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് പരിമലയിലെത്താം. അദ്ദേഹം പറഞ്ഞ വഴിയെ ഞാൻ പോയി ചെങ്ങന്നൂർ വന്നു. ചെങ്ങന്നൂർ വന്നപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇനി എങ്ങോട്ടാണ് തിരിയേണ്ടത്? പരിമലയ്ക്ക് 2-3 വഴികൾ ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ നിന്ന് ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, പരിമലയ്ക്കുള്ള വഴി എങ്ങനെയാണ്? അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ഇതിലേ പോയാൽ മതി, പണ്ടനാട് വഴി പരിമലയിൽ എത്തിച്ചേരാം. ആ വഴിയെ ഞാൻ സഞ്ചരിച്ചു, പരിമലയിൽ വന്നു, ലക്ഷ്യസ്ഥാനത്ത് വന്നു. ഇവിടെ വന്ന് കബറിടത്തിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ 2 വ്യക്തികളെയും ഞാൻ ഓർക്കണോ വേണ്ടായോ? പറ.
എനിക്ക് നേരായ വഴി കാണിച്ചു തന്ന ഈ 2 വ്യക്തികളെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണോ വേണ്ടായോ? ഓർക്കണം, തീർച്ചയായിട്ടും ഓർക്കണം. ഇത് തന്നെയാണ് പരിശുദ്ധന്മാരുടെ കാര്യം പറഞ്ഞാൽ. എനിക്ക് ലക്ഷ്യസ്ഥാനമായ ദൈവത്തെ കാണിച്ചു തന്ന, വഴികാട്ടികളാക്കി തന്ന ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയെ ഞാൻ മറക്കണോ? മറക്കാൻ പാടില്ല. കാരണം എന്നെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവരാണ് ഈ വിശുദ്ധന്മാര്. അവരെ മറക്കുവാൻ നമുക്ക് ഒരിക്കലും പാടില്ല. അങ്ങനെ ഏതെങ്കിലും സഭ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവരെ മറന്നുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധ കന്യകമറിയാമിനെയും പരിശുദ്ധമായ എല്ലാവരെയും മറന്നുകൊണ്ടുള്ള യാത്ര നമുക്ക് സാധിക്കുകയില്ല. കാരണം ദൈവം ആരാണെന്ന് എന്നെ അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ് ഈ പരിശുദ്ധന്മാര്. അവരെ ദൈവമാക്കുകയല്ല നമ്മൾ, മറിച്ച് അവരിലൂടെ ദൈവത്വം വെളിപ്പെട്ടു. അവരിലൂടെ കണ്ട ദൈവത്തെ ഞാൻ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല, എന്നാൽ ഈ പരിശുദ്ധ പരിമല തിരുമേനിയിലൂടെ ദൈവത്തെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ഈ പരിശുദ്ധൻ നമ്മെ ദൈവത്തെ കാണിച്ചു തന്നു. അതുകൊണ്ട് ഈ പരിശുദ്ധനെ ഞാൻ വിളിക്കുന്നു, ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് പ്രത്യേകിച്ച് പലരും പറയുന്നുണ്ട്, നമ്മൾ ഈ പരിശുദ്ധന്മാരെ ആരാധിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. തെറ്റാണ്. പരിശുദ്ധന്മാരെയും വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെ ആരെ നമ്മൾ ആരാധിക്കുന്നില്ല. വാക്കുകളുടെ ചെറിയൊരു പ്രശ്നമാണ്. നമ്മൾ ബഹുമാനിക്കുന്നു മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് യോഗ്യൻ അതാരാണ്? ആരാ? ദൈവം മാത്രം. ത്രിയേക ദൈവം, പരിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ആകുന്ന പരിശുദ്ധ തൃത്വത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. പിന്നെ എന്താണ് ഈ പരിശുദ്ധ ഈ കുരിശ്, ഈ വിശുദ്ധ ത്രോണോസ്, ഈ പരിശുദ്ധന്മാര്, ഇവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? പൂർണ്ണമായിട്ട് ബഹുമാനിക്കുക, അല്ലെങ്കിൽ വന്ദനവ് കൊടുക്കുക. അവർക്കാകും വിധം നമ്മൾ വന്ദനവ് കൊടുക്കുക. പരിശുദ്ധ കന്യമറിയാമിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉറച്ചു ചൊല്ലുമ്പോഴാണ് ഈ അമ്മയ്ക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുന്നത്. പലരും പഠിപ്പിക്കുന്നുണ്ട് കൃപ നിറഞ്ഞ മറിയമേ എന്ന വാക്ക് പ്രാർത്ഥന വേണ്ട. എന്നാൽ നീ ഈ അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. പലരും സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയിട്ട് കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വിട്ടുകളയുക. കാരണം സമയമില്ല, പൊക്കോട്ടെ. എന്നാൽ നീ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. ഇതുപോലെയാണ് പരിശുദ്ധന്മാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത വിശുദ്ധി നമ്മൾ അനുകരിക്കുക എന്നതാണ് വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഇവരുടെ പരിശുദ്ധന്മാരുടെ ഫോട്ടോ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഫോട്ടോ ഇവിടെയുണ്ട്. ഇത് കാണുമ്പോൾ എന്താ നമുക്ക് തോന്നേണ്ടത്? പരിശുദ്ധ ഗീവറീസ് സഹദായുടെ ഫോട്ടോ കാണുമ്പോൾ എന്താ തോന്നേണ്ടത്? പലരും പറയുന്നു ഇതിനെ നമ്മൾ ആരാധിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഫോട്ടോകളെ നമ്മൾ, അല്ലെങ്കിൽ ഈ ചിത്രങ്ങളെ നമ്മൾ ആരാധിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ തെറ്റാ. അങ്ങനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ല, ഈ ചിത്രം കാണുമ്പോൾ ഒരു 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 ആരാധന നമുക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം മുമ്പ് പറഞ്ഞതുപോലെ ഗീവറീസ് സഹദായുടെ ചിത്രം കാണുമ്പോൾ ധീരനായ ഒരു പടയാളിയോട് നമുക്ക് തോന്നുന്ന ആരാധനയല്ല അവിടെ തോന്നേണ്ടത്. മറിച്ച് എന്താ അറിയാമോ? വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന വിശ്വാസധീരനായ ഒരു ദൈവത്തിന്റെ സൃഷ്ടിയായ ഒരു മനുഷ്യൻ, അതാണ് നമ്മൾ അവിടെ കാണേണ്ടത്. ദൈവമാണ് വിശ്വാസം കൊടുത്തത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ വിശുദ്ധന്മാർ. അത് കാണുമ്പോൾ നമുക്ക് പഠിക്കണം, നമ്മൾ വിശ്വസിക്കണം, ഇവരുടെ ജീവിതം ദൈവത്തെ കാണിച്ചു തന്ന ജീവിതങ്ങളാണ്. അതുകൊണ്ട് ഈ ഫോട്ടോയെ കുമ്പിടാനോ മുത്താനോ ഒന്നും നമുക്ക് അനുവാദമില്ല. അത് തെറ്റാണ്, ആ പാരമ്പര്യം തെറ്റാണ്. അതുകൊണ്ട് ഫോട്ടോയെ മുത്തുവാനോ കുമ്പിടാനോ, കാണുമ്പോൾ ഒന്ന് ഒന്ന് വണങ്ങുക മാത്രമേ ചെയ്യാവൂ. കാരണം അവർ നമ്മളെ കാണിച്ചു തന്നു. അത് കാണുമ്പോൾ ഉണ്ടാകേണ്ട ഒരു അനുഭവം, ദൈവത്തെ പോലെ ദൈവം നമുക്ക് കാണിച്ചു തന്ന ജീവിത രീതികൾ ഈ മനുഷ്യർ നമ്മെ കാണിച്ചു തന്നു, പഠിപ്പിച്ചു. അതുകൊണ്ട് അവരെ വണങ്ങുക മാത്രമേ ഉള്ളൂ. ആരാധന ഒരിക്കലും നമുക്ക് അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത ആവശ്യമാണ്. പഠിപ്പിക്കുന്നുണ്ട് പലരും. മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പലരും പോകുന്നുണ്ട്. വാങ്ങിപ്പോയവരെ പറ്റി ഉള്ള ഒരു വലിയ പഠിപ്പിക്കലുണ്ട്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എങ്കിലും ഒറ്റ കാര്യം അവിടെ പറയാം. മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, അവര് രണ്ടാമത്തെ വരവ് വരെ ഉറങ്ങുന്നു എന്നാണ് പലരും പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഇവർ ഉറങ്ങി അങ്ങ് ഇരിക്കുക. അവരൊക്കെ ഒന്നും അറിയത്തില്ല, അവരെ പറ്റി ഒന്നും പിന്നെ അറിയത്തില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധന്മാരൊക്കെ, അല്ലെങ്കിൽ വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവൻ സജീവതായിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഉദാഹരണം
യേശു തമ്പുരാൻ പറയുന്ന ഒരു വാക്കാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, ഇവർ മരിച്ചു പോയവരാണ്. അപ്പൊ യേശു പറഞ്ഞ വാക്ക് ഞാൻ മരിച്ചവരുടെ കൂടി ദൈവമാണ് എന്ന് വ്യക്തമാക്കിയാണ്. പിതാക്കന്മാരുടെ ദൈവമാണ്. ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ മരിച്ചുപോയ അബ്രഹാം സംസാരിക്കുന്നുണ്ട്. അപ്പൊ മരിച്ചവർക്ക് സംസാരിക്കാനുള്ള കഴിവ് കൂടി ഉണ്ട്. ഇനി നീതിമാൻ മരിച്ചുവെങ്കിൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മരിച്ചു കഴിഞ്ഞ ഈ പിതാക്കന്മാർ സജീവരാണ്, സംസാരിക്കുന്നുണ്ട്, അവർ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, ഭൂമിയിൽ ഉള്ളവരെ പറ്റി ഉറച്ച ബോധ്യം അവർക്കുണ്ട്, അവരുടെ പ്രാർത്ഥന ഫലിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നു. അവർ മരിച്ചുപോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അല്ല പോകുന്നത്, വിട്ടുപിരിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനും വസിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നത് പൗലോസ് ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കും, വസിക്കുവാൻ സാധിക്കും, ക്രിസ്തുവിനോടൊപ്പം സാക്ഷികളുടെ ഒരു സമൂഹത്തെ കാണുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇവരുടെ മധ്യസ്ഥത നമുക്ക് ആവശ്യമാണ്. ഉറച്ച നിലവിളിയോടുകൂടി ഇവരോട് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഇവരുടെ പ്രാർത്ഥനയൊക്കെ ദൈവം സ്വീകരിക്കും. പാപികളായ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകളും കുറ്റങ്ങളും ഈ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ലോകത്തിന് കളങ്കം പറ്റാതെ ജീവിച്ച വ്യക്തികളാണ് ഇവർ. നമുക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്, ഇവർ നമുക്ക് വേണ്ടി അപേക്ഷിക്കുക ദൈവത്തോട്. അത് തീർച്ചയായിട്ടും സ്വീകരിക്കപ്പെടും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ വിശുദ്ധന്മാരുടെ ജീവിത രീതി, അവരുടെ ജീവിത വിശുദ്ധി, ജീവിത ക്രമം, ഇത് നമുക്ക് സ്വായത്തമാക്കേണ്ട ആവശ്യകത സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ ഭാഗം അവിടെ ഞാൻ വിടുകയാണ്. 4 കാര്യമാണ് പറഞ്ഞത്. എന്താണ് വിശുദ്ധി എന്ന് പറഞ്ഞു? അത് ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്ന ഒരു ദാനമാണ് വിശുദ്ധി. അതിന് നമ്മൾ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം. ഈ 3 നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഭവമാണ് വിശുദ്ധി എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്, ആരാണ് ഈ വിശുദ്ധന്മാരെന്ന് പഠിപ്പിക്കുമ്പോൾ വേദപുസ്തകം ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമാണ് വിശുദ്ധൻ, ദൈവമാണ് ഏക വിശുദ്ധൻ. ദൈവത്തിലാണ് വിശുദ്ധി ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധിയിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണ വിശുദ്ധനായിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധന്മാരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആണ് എന്നുള്ളത് ഉത്തരം വളരെ ശരിയാണ്. കാരണം പൗലോസ് ലീഹ പഠിപ്പിക്കുന്നു, ക്രിസ്തു യേശുവിൽ വിശുദ്ധന്മാരായുള്ളവരെ എന്നാണ് സഭകളെ വിളിക്കുന്നത്. പക്ഷെങ്കിൽ അവിടെ നമുക്കുണ്ടാകേണ്ട ഒരു മാനദണ്ഡം, വിശുദ്ധിയുടെ മാനദണ്ഡം, നമുക്ക് ദൈവവുമായുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ നന്മയിലൂടെയാണ് ഞാൻ നിങ്ങൾ വിശുദ്ധരാണോ എന്ന് മറ്റുള്ളവർ അറിയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധന്മാരും ഈ ശുദ്ധിമതികളും ഒക്കെ പറയുന്നവരുടെ മധ്യസ്ഥത ആവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെയേറെ ആവശ്യമാണ്. കാരണം അവിടെ വിശ്വാസത്തിൻ്റെ ആഴം നമ്മളെക്കാൾ വളരെയേറെയാണ്. അവിടെ വിശ്വാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ ആഴം നമ്മളെക്കാൾ വളരെയേറെയാണ്. അതുകൊണ്ട് അവിടെ മധ്യസ്ഥത നമുക്ക് ആവശ്യമാണ്. അവർ സജീവരാണ്, ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അബ്രഹാം സംസാരിച്ചിട്ടുണ്ടോ എങ്കിൽ മോശയും ഏലിയാവും മറുരൂപ മലയിൽ യേശുതമ്പുരാന് കൂടെ മരണത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരും സജീവരാണ്. ഇവരും ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിലൂടെയും. ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം ക്രമങ്ങൾ ഇന്നും ഈ ദേവാലയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് അറിഞ്ഞ് പ്രവർത്തിച്ച് അനുഭവിച്ച് രുചിച്ച് അറിഞ്ഞ് എവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യം. സങ്കീർത്തനം 16-ാം അധ്യായം 3-ാം വാക്യം ഇവിടെ വായിക്കുന്നു, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് ദാവീദ് പറയുന്ന ഒരു വാക്യമാണ്. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന ദാവീദിൻ്റെ ഒരു വാക്യമാണ്. ഇത് ഈ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് അല്പസമയം പഠിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദാവീദ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠന്മാരായി മാറുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധന്മാർ ശ്രേഷ്ഠന്മാരായി മാറിയത്? ശ്രേഷ്ഠത ദൈവം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമാണ്. നമ്മളൊക്കെ ശ്രേഷ്ഠന്മാരാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ
നമ്മുടെയൊക്കെ ശ്രേഷ്ഠത എന്താണ്? ലോകം തരുന്ന ശ്രേഷ്ഠതയാണോ, ദൈവം തരുന്ന ശ്രേഷ്ഠതയാണോ നമ്മുടെയൊക്കെ വിശുദ്ധിയുടെ മാനദണ്ഡമെന്ന് വളരെയേറെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധന്മാർ, ഭൂമിയിലുള്ള ഈ വിശുദ്ധന്മാർ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരായി മാറി എന്നതിൻ്റെ ഒരു 3 അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ശ്രേഷ്ഠതകളുടെ 3 തലത്തിലേക്കൊന്ന് കടന്നു ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ, ആത്മ ശരീര മനസ്സുകളുടെ സൗന്ദര്യം വീണ്ടെടുത്തവരാണ് ഈ വിശുദ്ധന്മാർ അല്ലെങ്കിൽ പരിശുദ്ധന്മാർ. ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊള്ളണം. ആത്മ ശരീര മനസ്സുകളുടെ സൗന്ദര്യം വീണ്ടെടുത്തവരാണ് ഈ വിശുദ്ധന്മാരെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മനുഷ്യനിലെ തൃത്വം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്. ദൈവീക തൃത്വം നമുക്കറിയാം, ഏതാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതാണ് ദൈവിക തൃത്വം. ഇനി മനുഷ്യനിലും ഇതുപോലെ ഒരു തൃത്വമുണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നുണ്ട് എൻ്റെ ലേഖനങ്ങളിലൂടെ. അതാണ് ഇപ്പം പറഞ്ഞ കാര്യം. 3 കാര്യം. ഏതാ? ആത്മാവ്, ശരീരം, മനസ്സ്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് നമുക്ക് പറയാം. ഇതിനൊരു സൗന്ദര്യം ഉണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. വലിയൊരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാന്ന് പറയാമോ? എപ്പോഴാ? അങ്ങ് പോകണം, റിവൈൻഡ് അടിച്ച് ഉൽപ്പത്തി ചെല്ലണം. ഉൽപ്പത്തി ചെല്ലുമ്പോൾ വലിയൊരു പ്രശ്നമാണ്. അവിടെ ഒരു വിശ്വാസവും അവിശ്വാസവും നടക്കുന്നുണ്ട്. ഏതാ വിശ്വാസം നടക്കുന്നത് അറിയാമോ? സാത്താൻ്റെ വാക്ക് വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വാക്ക് അവിശ്വസിക്കുന്നു. ഈ പ്രവൃത്തി നടന്ന സമയം നഷ്ടപ്പെട്ടതാണ് ഈ സൗന്ദര്യം, ഈ ബ്യൂട്ടി. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗന്ദര്യം ഈ സംഭവം നടന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയി, ഈ ആദത്തിനും ഹൗവയ്ക്കും. പക്ഷേ ഈ സൗന്ദര്യം വീണ്ടെടുക്കുവാനായിട്ട് തിരിച്ചു നടന്നവരാണ് ഈ വിശുദ്ധന്മാർ. ശ്രദ്ധിക്കണം, ഒരു തിരിച്ചുപോക്ക് ഈ വിശുദ്ധിയുടെ പാതയിൽ ഉണ്ട്. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാ സൃഷ്ടിച്ചത്? സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും. വളരെയേറെ ദൈവശാസ്ത്ര പഠനങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണ് സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് പഠിച്ചാൽ, സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇമേജ് എന്നാണ് ഇംഗ്ലീഷിൽ. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേഷൻ എന്നാണ് നമ്മളത് മനസ്സിലാക്കുക. പ്രതിനിധാനം. ഭൂമിയിൽ ദൈവത്തെ മനുഷ്യൻ പ്രതിനിധീകരിക്കുന്നു. ഇതാണ് സ്വരൂപം എന്ന് വെച്ചാൽ, ഞാൻ പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരും പ്രതിനിധീകരിക്കുന്ന ആരെയാണ്? ദൈവത്തെ. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ രൂപമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇമേജ് എന്ന് പറയുന്നത്. രണ്ടാമത് സ്വരൂപം എന്ന് പറയും. സ്വരൂപം എന്ന് പറഞ്ഞാൽ അതൊരു ഐഡന്റിഫിക്കേഷൻ എന്ന പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ താതാത്മ്യപ്പെടുക. ദൈവത്തിൻ്റെ സ്വഭാവവുമായിട്ട് ഞാനും നിങ്ങളും താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്? സാദൃശ്യമുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ 2 കാര്യങ്ങൾ ഓർത്തോണം. ദൈവത്തിൻ്റെ രൂപം നമുക്കുണ്ട്, ശരിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ സ്വഭാവവുമായിട്ട് ഞാനും നിങ്ങളും ഇഴുകിച്ചേരുമ്പോഴും ഐഡന്റിഫൈ ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ സാദൃശ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ആരും എത്തിച്ചേർന്നിട്ടില്ല. അതിന് തിരിഞ്ഞു നടക്കണം. പക്ഷേ ഈ വിശുദ്ധന്മാർ തിരിഞ്ഞു നടന്നു. ഈ സൗന്ദര്യം തിരിച്ചെടുക്കുവാനായിട്ട് തിരിഞ്ഞു നടന്നു ഈ വിശുദ്ധന്മാർ. അതുകൊണ്ട് സാദൃശ്യത്തിലെത്തിയ മനുഷ്യരാണ് വിശുദ്ധന്മാരെന്ന് നമുക്ക് പറയാൻ പറ്റും. ദൈവ സാദൃശ്യത്തിലെത്തിയ മനുഷ്യരാണ് വിശുദ്ധന്മാർ. കാരണം ദൈവ സ്വഭാവവുമായിട്ട് ചേർന്ന് നിന്നവരാണ്, അതനുസരിച്ച് ജീവിച്ചവരാണ് ഈ പരിശുദ്ധന്മാർ. അത് അവരുടെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠതയാണ്. തിരിഞ്ഞു നടന്നതുകൊണ്ട് അവർക്ക് കിട്ടിയ ഒരു ഭാഗ്യമുണ്ട്. എന്താണെന്നറിയോ? പണ്ട് ആദാമിന് നഷ്ടപ്പെട്ട ഭാഗ്യം. എന്താ ആദാമിന് നഷ്ടപ്പെട്ട ഭാഗ്യം? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അവന് ലഭിച്ചോ? ജീവവൃക്ഷത്തിന്റെ ഫലം അവന് ലഭിച്ചില്ല. പക്ഷെങ്കിൽ തിരിഞ്ഞു നടന്നതുകൊണ്ട് ഇവർക്കത് ലഭിച്ചു. വെളിപാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജയിക്കുന്നവൻ എന്ത് കൊടുക്കുന്നു? ഞാൻ ദൈവത്തിൻ്റെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിച്ചവരായവര്, ഈ ലോകത്തിൽ ജീവിച്ച് ജയിച്ചവരാണ് ഈ വിശുദ്ധന്മാർ. അതുകൊണ്ട് അവർക്ക് ലഭിച്ചു ജീവവൃക്ഷത്തിന്റെ
ഫലം അവർക്ക് ലഭിച്ചു. പരിശുദ്ധ മാമോദീസായിൽ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന നൽകുമ്പോൾ പാടുന്ന പാട്ടുണ്ട്. എന്താ? പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കുന്നു ഈ നാവിൽ. ആദാമിന് രുചി നോക്കാൻ പറ്റാത്ത ആ ഫലം ഇപ്പോൾ ഈ കുഞ്ഞിന് ഞാൻ നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഇത് സ്വീകരിച്ചവരൊക്കെയാണ് നമ്മൾ. എന്നാൽ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. മാമോദീസായുടെ വിശുദ്ധിയിലൂടെ നമ്മളെ പിതാക്കന്മാർ സഭ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ പാപപങ്കിലമായ ജീവിതത്തിൽ നമ്മളെ നഷ്ടപ്പെടുത്തി. പക്ഷെങ്കിൽ ഇത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചവരാണ് ഈ പരിശുദ്ധന്മാര്. അവർ സ്വീകരിച്ചു, നടന്നുപോയി, പഴയതിലേക്ക് പോയി, സ്വരൂപ സാദൃശ്യങ്ങളുടെ ആദ്യ പതിപ്പിലേക്ക് നടന്നു പോകുവാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതം ശ്രേഷ്ഠമായി മാറി എന്ന് ദൈവസമ്പുരാൻ നമ്മെ കാണിച്ചു തരികയാണ്. പ്രത്യേകിച്ച് ഈ നടത്തത്തിൽ ഇവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്. ദൈവത്തെ പൂർണ്ണമായിട്ട് ഏകാഗ്രമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ശരിക്കുള്ള പേരേതാ? ഗ്രിഗോറിയോസ് എന്ന വാക്കാ. ഈ ഗ്രിഗോറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? ഉണർവുള്ളവൻ, ജാഗ്രതയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. മറന്നു പോകരുത്. ഉണർവുള്ളവൻ, ജാഗ്രതയുള്ളവൻ എന്നാണ്. ജാഗ്രത എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്ക് ആയിത്തീരുക എന്നതാണ്. ഒരു കഥയുണ്ട്. ഇങ്ങനെയാ, ഒരിക്കലൊരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് ജാഗ്രത പഠിക്കണം, ജാഗ്രത എന്താണെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഈ ശിഷ്യനെ ഇതുപോലെയുള്ള ഒരു റൂമിലേക്ക്, ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് വാതിലുകൾ തുറന്നു കിടന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. 3 വാതിലുണ്ടായിരുന്നു, അതെല്ലാം തുറന്നു കിടക്കുക. എന്നിട്ട് ഗുരു വെളിയിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, വാതിലുകൾ അടയ്ക്കുക. ശിഷ്യൻ നോക്കിയപ്പോൾ 3 വാതിലുണ്ട്, അതിൽ ഒരെണ്ണം പോയി അദ്ദേഹം അടച്ചു. വീണ്ടും ഗുരു വിളിച്ചു പറഞ്ഞു, വാതിലുകൾ അടയ്ക്കുക. അദ്ദേഹം പോയി 2ാമത്തെ കതവും അടച്ചു. വീണ്ടും ഗുരു വിളിച്ചു പറഞ്ഞു, വാതിലുകൾ അടയ്ക്കുക. 3ാമത്തെ അടച്ചു. 4ാമതും ഗുരു വിളിച്ചു പറഞ്ഞു, വാതിലുകൾ അടയ്ക്കുക. ഇനി വാതിലുണ്ടോ അടയ്ക്കാൻ? 3 അടച്ചു, ഇനി വാതിലില്ല. വിഷമിച്ച് നിന്ന ശിഷ്യനെയും കൊണ്ട് ഗുരു ഒരു പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. നല്ല പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൽ നിന്നിട്ട് ഗുരു വീണ്ടും വിളിച്ചു പറഞ്ഞു, വാതിലുകൾ അടയ്ക്കുക. അവിടെ വാതിലൊന്നുമില്ല. എന്നിട്ടും ഗുരു പറഞ്ഞു, വാതിലുകൾ അടയ്ക്കുക. അപ്പോഴാണ് ശിഷ്യന് മനസ്സിലായത് ഗുരു എന്താ പഠിപ്പിച്ചത്. ഗുരുവിൻ്റെ കാൽക്കൽ വീണ് നമിച്ചു. ജാഗ്രത അവിടെ പഠിപ്പിച്ചു. നമ്മൾ പഠിച്ചോ? ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിച്ചോ ജാഗ്രത? ശിഷ്യൻ പഠിച്ചു, അപ്പം തന്നെ പഠിച്ചു. എന്താ ഗുരു പറഞ്ഞതിന് അർത്ഥം? പുറം ലോകങ്ങളിലേക്ക് തുറന്നു കിടക്കുന്ന നിന്റെ ഹൃദയ വാതിലുകൾ നീ അടയ്ക്ക. അതാ പറഞ്ഞ. ലോകത്തിൽ ജീവിക്കുമ്പോൾ പുറം ലോകങ്ങളിലേക്ക് ഒരുപാട് വാതിലുകൾ നമ്മൾ തുറന്നിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അടച്ചതിന് ശേഷം നീ പ്രാർത്ഥിക്കുക. ക്രിസ്തു പറഞ്ഞതാ, പ്രാർത്ഥിക്കാൻ നീ എവിടെ ചെല്ലണം? മുറിയിൽ കയറി വാതിലുകൾ അടച്ച് നിന്റെ ദൈവത്തെ വിളിച്ച് നീ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. ഇതാ വാതിലുകൾ. ലോകം തരുന്ന ചില മായാമോഹങ്ങളുടെ വാതിലുകൾ നീ അടച്ചു കഴിഞ്ഞാൽ നിനക്ക് ജാഗ്രത ലഭിക്കും, ഉണർവ് ലഭിക്കും. അങ്ങനെ ലഭിച്ചവരാണ് ഈ പരിശുദ്ധന്മാർ. ലോകത്തിന്റെ മോഹങ്ങളിലൊക്കെ വിട്ടുനിന്നുകൊണ്ട് ജീവിച്ചവരാണ് വിശുദ്ധന്മാർ. ലോകം ഒരിക്കലും അവരെ താഴ്ത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. ലോകത്തെ ജയിച്ചവരാണ് വിശുദ്ധന്മാർ. കാരണം അവർ നടന്നു നീങ്ങി. എങ്ങോട്ടാണ് നടന്നു നീങ്ങിയത്? ആദ്യ പതിപ്പിലേക്ക് പോയി. സ്വരൂപങ്ങളുടെ സാദൃശ്യത്തിൻ്റെയും പാപമില്ലാത്ത ആദാമിനും ഹൗവായിക്കും പാപം തൊടാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ആദ്യം പാപം ചെയ്യുന്നതിന് മുമ്പൊരു അവസ്ഥ, അതിലേക്ക് നടന്നു നീങ്ങുവാൻ ഈ പരിശുദ്ധന്മാർക്ക് സാധിച്ചു. അത് അവരുടെ ശ്രേഷ്ഠതയാണ്. ആദ്യമായിട്ട് ആ ശ്രേഷ്ഠത മനസ്സിലാക്കണം. 2ാമത് ഇവരുടെ ഒരു ശ്രേഷ്ഠതയുണ്ട്. പൗരസ്ത്യ ആധ്യാത്മികത ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ആത്മജ്ഞാനത്തിലൂടെ വിശുദ്ധിയിലേക്ക് ചെല്ലണമെന്നാണ് പഠിപ്പിക്കുന്നത്. ആത്മജ്ഞാനത്തിലൂടെ വിശുദ്ധിയിലേക്ക് നടന്ന് നീങ്ങണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് ജീവിച്ചവരായിരുന്നു ഈ വിശുദ്ധന്മാർ. ആത്മജ്ഞാനം നേടിയവരായിരുന്നു ഈ വിശുദ്ധന്മാർ. ആത്മജ്ഞാനം എന്താ? ആത്മജ്ഞാനം, ആത്മബോധം എന്നൊക്കെ പറയാം നമുക്ക്. നോ ദൈ സെൽഫ് എന്ന ഒരിക്കലൊരു വ്യക്തി സോക്രട്ടീസിനോട് ചോദിച്ചു, എന്താ ഈ ആത്മജ്ഞാനം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ ദൈ സെൽഫ്, നീ നിന്നെ തന്നെ
അറിയുക. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യം. നീ നിന്നെ തന്നെ അറിയുക. പ്രത്യേകിച്ച് പൗരസ്ത്യ ആധ്യാത്മികതയിൽ ഞാൻ എന്നെ തന്നെ അറിയുക എന്ന് പറഞ്ഞാൽ എന്നിലുള്ള പാപ അവസ്ഥയെ ഞാൻ അറിയുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഞാൻ പാപിയാണെന്ന് പറയണം. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അതാ കാണുന്നത്. ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. അല്ലാതെ വിശുദ്ധനായ എന്നോട് കരുണ ചെയ്യുന്നത് പഠിപ്പിക്കുന്നില്ല പിതാക്കന്മാർ. പാപം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് എങ്ങനെയായിരുന്നു? പാപം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവർ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? പാപികളിൽ ഒന്നാമനായ എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിരന്തരമുള്ള പ്രാർത്ഥന. ഞാൻ പാപിയാണെന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആത്മജ്ഞാനം നമ്മൾ നേടി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അത്രമാത്രം ചെയ്തികളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈ ലോകത്തിൽ. എന്നിട്ട് പോലും നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. കുമ്പസാരിക്കാൻ പോകുമ്പം പറയുന്നത് എന്താ? പ്രത്യേകിച്ച് പാപമൊന്നും വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ല എന്നാ ചിലർ പറയുന്നത്. പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പാപം ചെയ്തിട്ടുള്ളവരാ ഏറ്റവും കൂടുതൽ അത് പറയുന്നത്. എന്നാൽ എന്താ പാപമൊന്നും നമുക്കറിയത്തില്ല. അതാ വലിയൊരു പ്രശ്നം. ഉള്ളു തുറഞ്ഞ് ഏറ്റുപറയാൻ ആർക്കും ഒന്നും സാധിക്കത്തില്ല. മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ചിലതൊക്കെ ഏറ്റുപറയുന്നത്. മറച്ചു വെച്ച പാപം നാശമാണ്. ഒരിക്കലും ഈ പിതാക്കന്മാർ ഒന്നും മറച്ചു വെച്ചിട്ടില്ലായിരുന്നു. പാപം ചെയ്തിട്ടില്ലെങ്കിൽ പോലും പാപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിത നിഷ്കളങ്കത എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും നമ്മുടെ പാപം തെളിഞ്ഞു വരുമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ദേവാലയത്തോട് കൂടുതൽ അടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി വരുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ദേവാലയത്തിലേക്ക് കൂടുതൽ നമ്മൾ അടുക്കും തോറും, വിശുദ്ധ മദ്ബഹായിലേക്ക് കൂടുതൽ അടുക്കും തോറും നമ്മുടെ തെറ്റുകൾ തെളിഞ്ഞു വരികയാണ്. കാരണം ദൈവം വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ തെളിഞ്ഞു വരേണ്ടത് എൻ്റെ പാപമാണ്. യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയ സിംഹാസനത്തിൽ ദൈവത്തെ കണ്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അയ്യോ, ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യനാണ് ഞാൻ. ദൈവത്തെ കണ്ടപ്പോൾ ഉള്ളിൽ തൊന്ന ബോധം പാപബോധമാണ്. ആ ബോധം ഉണ്ടാകണം. ആ ബോധമാണ് ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ഈ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയുവാൻ നമുക്ക് സാധിക്കില്ല. മറച്ചു വെച്ചുള്ള പാപങ്ങൾ അത് പാപമാണ് എന്ന് ദൈവസന്നിധി പഠിപ്പിക്കുകയാണ്. നേരായ വഴിയിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ് പാപം എന്ന് പറയുന്നത്. നേരായ വഴി നമുക്കറിയാം, ദൈവം ആരാണെന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ ആ വഴിയിലേക്ക് പോകുമ്പോൾ ചില തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടുമ്പോൾ അത് ദൈവസന്നിധി ശ്രേഷ്ഠമല്ലാത്തതായി മാറുന്നു. ഇങ്ങനെ തെറ്റുകളൊന്നും ഈ പിതാക്കന്മാർ ചെയ്തിട്ടില്ല. അവിടെ മനസ്സിലാക്കി ഞാൻ ജീവിത വിശുദ്ധി എന്താണ്, എൻ്റെ പാപം എന്താണെന്ന് മനസ്സിലാക്കിയാണ് അവർ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. ഏറ്റുപറയാത്ത പാപത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു സംഭവം എടുത്ത് കാണിക്കുന്നുണ്ട്. യോശുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ യോശുവ ഒരു വ്യക്തിയോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ വ്യക്തിയുടെ പേര് ആഖാൻ എന്നാണ്. നമ്മൾ പലവുര വായിച്ചു കേട്ടിട്ടുള്ള എങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്തു ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. യോശുവ ആഖാനോട് പറയുന്ന ഒരു വാക്യമാണ്. മറച്ചു വെക്കാതെ ഏറ്റുപറയാനാ പറഞ്ഞത് അവനോട്. ഇവിടെ വലിയൊരു പാപം ഈ ആഖാൻ ചെയ്തു. എന്താണെന്നറിയാമോ? അയച്ചിട്ടുണ്ടോ ഈ ഭാഗം? ആഖാൻ ചെയ്ത പാപം കൊള്ള മുതൽ നിന്ന് അല്ലെങ്കിൽ പിടിച്ചെടുത്തതിൽ നിന്ന് ചിലത് അവന് സ്വന്തമായിട്ട് അവനെടുത്ത് മാറ്റിവെച്ചു. ഇതുമൂലം ഇസ്രായേൽ ജനം ഒരു യുദ്ധത്തിൽ തോറ്റു. ഹായി എന്ന് പറയുന്ന പട്ടണത്തോട് ഇസ്രായേൽ ജനം തോറ്റുപോയി. അതിനു മുൻപ് ഇസ്രായേൽ ജനം എറിഹോം എന്ന് പറയുന്ന പട്ടണത്തോട് ജയിച്ചതായിരുന്നു. ഇപ്പൊ ജയിച്ച ഇസ്രായേൽ ജനം ഇവിടെ തോറ്റുപോയി. അതിനുള്ള കാരണമാണ് ഈ ആഖാന്റെ മറച്ചു വെച്ച പാപം. തെറ്റ് ചെയ്തിട്ടും ആഖാൻ ഏറ്റു പറഞ്ഞില്ല ഈ പാപം. അവസാനം ഇവനെ പിടിച്ചു. യോശുവ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾ ഈ തോറ്റുപോയി, എന്തുകൊണ്ട് ഞങ്ങൾ ഈ ചെറിയ പട്ടണത്തോട് തോറ്റുപോയി എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ എണ്ണാൻ പറഞ്ഞു. ഇസ്രായേൽ ജനത്തെ ഗോത്രമായി, കുലമായി, കുടുംബമായി, പേരായി നീ എണ്ണാൻ പറഞ്ഞു. അങ്ങനെ എണ്ണി വന്നപ്പോൾ അവസാനം കണ്ടുപിടിച്ചു ആരാ തെറ്റ് ചെയ്തത്? ആഖാനാ തെറ്റ് ചെയ്തത്.
അപ്പോൾ യോശുവ പറയുന്ന വാക്കാ, മകനെ മറച്ചു വെക്കാതെ എന്നോട് ഏറ്റുപറ. പറഞ്ഞപ്പോഴാണ്, ഇങ്ങനെ പിടിച്ചപ്പോഴാണ് ആഖാൻ പറഞ്ഞു, ഞാൻ ചിലത് കൊള്ള മുതൽ ചിലത് കണ്ടു, മോഹിച്ചു, എടുത്തു. ഇത് ആഖാൻ ചെയ്ത തെറ്റാണ്. ഏറ്റുപറയുകയും ചെയ്തു ആഖാൻ. ഇവിടെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. കുമ്പസാരത്തിലൂടെ നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞു, ശരിയാണ്, പാപമോചനം ലഭിച്ചു. ഇവിടെ ആഖാന് കുമ്പസാരിക്കുകയാണ്, ദൈവത്തോടല്ല, ദൈവത്തിന് പ്രതിപുരുഷനായ യോശുവയോട് ആഖാൻ കുമ്പസാരിച്ചു. എന്നാൽ ഈ കുമ്പസാരത്തിന് ശേഷം ആഖാനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. ആഖാൻ മരണശിക്ഷയ്ക്ക് വിധേയനായി. അതിന് പേരും കൊടുത്തു, ആഘോർ താഴ്വര എന്ന് പേരും കൊടുത്തു. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങൾ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവിധി നമുക്ക് ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. തെറ്റു ചെയ്തു, ഞാൻ ദൈവത്തോട്, ദൈവമേ ഇന്ന തെറ്റ് ഞാൻ ചെയ്തു എന്ന് പട്ടക്കാരനോട് നിങ്ങൾ ഏറ്റു പറഞ്ഞതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ആ ശിക്ഷാവിധി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷ നമുക്ക് വരുന്നില്ല. പക്ഷേ ആഖാന് അങ്ങനെ ഒരു ശിക്ഷാവിധി വന്നതിന് കാരണം ആഖാൻ തന്നെയാണ്. എന്താണെന്നറിയോ? ഞാനും നിങ്ങളും അറിവില്ലായ്മ കൊണ്ട് മനസ്സുകൂടാതെ ചില തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. കാരണം നമ്മൾ ബലഹീനരാണ്, മനുഷ്യരാണ്. നമ്മൾ തെറ്റ് ചെയ്യാനുള്ള പ്രവണത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാനസാന്തരത്തിനുള്ള ചില അവസരം ദൈവം നമുക്ക് തരും. അതിനോട് പുറംതിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരും. ആഖാന് ചില അവസരം ദൈവം കൊടുത്തു. ആഖാൻ ചെയ്തത് തെറ്റാണ്, കൊള്ള മുതലെടുത്ത് മാറ്റിവെച്ചു. അത് കഴിഞ്ഞ് പലപുര ദൈവം ഈ മനുഷ്യന് തെറ്റ് തിരുത്തുവാനുള്ള അവസരം കൊടുത്തു. അതൊന്നും ആഖാൻ കണ്ടില്ല, അതിനോടൊന്നും ആഖാൻ ചേർന്ന് നിന്നില്ല. എങ്ങനെ അവസരം കൊടുത്തെന്നറിയാവോ? തെറ്റ് ചെയ്തു കഴിഞ്ഞ് ആഖാന് ഈ ഇസ്രായേൽ ജനം തോറ്റുപോയി. ഈ ഹായി എന്ന പട്ടണത്തോട് ഇസ്രായേൽ ജനം തോറ്റുപോയി. തോറ്റപ്പോഴെങ്കിലും ആഖാൻ ഓടിച്ചെന്ന് പറയാമായിരുന്നു, ഞാൻ കാരണമാണ് ഈ തോൽവി സംഭവിച്ചത്. ആഖാൻ പറഞ്ഞോ? ഇല്ല. ആ യുദ്ധത്തിൽ 36 ഇസ്രായേൽ ജനം മരിച്ചുപോയി. ഈ മരിച്ചുപോയവരുടെ കുടുംബക്കാരുടെ വിലാപങ്ങളും കരച്ചിലും കേട്ടപ്പോഴെങ്കിലും ആഖാൻ ഓടിച്ചെന്ന് പറയാമായിരുന്നു, എന്താ, ഞാൻ കാരണമാണ് ഇവർ മരിച്ചത്. പറഞ്ഞോ? അവസരം ദൈവം കൊടുക്കുക. അവസരത്തോട് പുറംതിരിഞ്ഞു നിന്നു. അവസാനം യോശുവ എണ്ണൽ തുടങ്ങി. ഓരോരുത്തർ എണ്ണി വന്നപ്പോഴെങ്കിലും ആഖാൻ ഓടിച്ചെന്ന് പറയാമായിരുന്നു, ഞാനായി തെറ്റ് ചെയ്തത്. പറഞ്ഞോ? ഇല്ല. 3 അവസരം ആഖാന് കൊടുത്തു. അതിനോട് പുറംതിരിഞ്ഞത് കൊണ്ടാണ് അവൻ ശിക്ഷാവിധിയിൽ അകപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തിരുത്തുവാനുള്ള അവസരം ദൈവം പലവരും നിങ്ങൾക്ക് തരും. അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെങ്കിൽ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ കല്ലേറ് നമുക്കും ലഭിക്കും. ആഘോർ താഴ്വരയായിട്ട് നമ്മൾ മാറും എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധന്മാരുടെ രണ്ടാമത്തെ ശ്രേഷ്ഠതയായിട്ട് മനസ്സിലാക്കിയത്, ആത്മജ്ഞാനം നേടുവാനായിട്ട് അവർ സാധിച്ചു. ഞാൻ ആരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും പാപികളിൽ ഒന്നാമനാണ് ഞങ്ങളെന്ന് ഏറ്റുപറഞ്ഞവരെപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. മരുഭൂമിയിലെ പിതാക്കന്മാരെന്ന് പറയുന്ന ഒരു പരമ്പരയൊക്കെ നമുക്കുണ്ട്. അവരെപ്പോഴും മരുഭൂമിയിലായിരുന്നു, വെള്ളവുമില്ല, ഒന്നുമില്ല. എങ്കിൽ പോലും പ്രാർത്ഥന മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജീവിച്ച ഈ മനുഷ്യർ, ഈ വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, ഞാൻ പാപിയാണെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പാപിയാണെന്ന്? പറയണം, പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. പാപികളിൽ ഒന്നാമൻ. കുറിയേലായുസോൻ എന്ന വാക്ക് എപ്പോഴും നമ്മൾ ഉച്ചരിച്ച് ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ. കാരണം പാപി ആയതുകൊണ്ടാണ് കരുണ ചെയ്യേണ്ടത്. പാപി അല്ലെങ്കിൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കരുണ ചെയ്യണമേ, കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട്, അത് എപ്പോഴായിക്കൊള്ളട്ടെ, യാത്ര ചെയ്യുമ്പോഴായിക്കൊള്ളട്ടെ, ജോലി ചെയ്യുമ്പോഴായിക്കൊള്ളട്ടെ, ഉള്ളിൽ പ്രാർത്ഥനയോട് ജീവിക്കുന്ന മനുഷ്യനെ ഒരിക്കലും സാത്താൻ കീഴടക്കിയില്ല എന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മൂന്നാമത് അവിടെ ഒരു ശ്രേഷ്ഠത കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം പറഞ്ഞു, ശരീര മനസ്സുകളുടെ സൗന്ദര്യം വീണ്ടെടുക്കുവാൻ ഈ പിതാക്കന്മാർക്ക് സാധിച്ചതുകൊണ്ട് അവരൊരു ശ്രേഷ്ഠതയാണ്. ദൈവത്തിലേക്ക് മടങ്ങിപ്പോയി, ആദ്യ പതിപ്പിലേക്ക് മടങ്ങിപ്പോയി, സ്വരൂപ സാദൃശ്യങ്ങളുടെ പാപമില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയത് കൊണ്ട്
അവർ ശ്രേഷ്ഠന്മാരായി മാറുന്നു ഭൂമിയിൽ. രണ്ടാമത്, ആത്മാവിൻ്റെ ജ്ഞാനം നേടി ഞാൻ ആരാണെന്നുള്ള അറിവ്. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് ദൈവം എന്നെ അറിയുന്നതാണെങ്കിൽ പോലും സ്വന്തം പാപത്തിൻ്റെ ബാഹുല്യത്തെ മനസ്സിലാക്കുന്നവനാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠനെന്ന് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിനിവയിലെ ഇസഹാക്ക് എന്ന പിതാ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. സ്വന്തം പാപത്തിൻ്റെ ബാഹുല്യത്തെ മനസ്സിലാക്കുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ആ മരിച്ചു കിടക്കുന്ന ആളിനെ മറ്റൊരാൾ വന്ന് ഉയർപ്പിച്ചാൽ അവനാണ് ഏറ്റവും വലിയവനെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അത് തെറ്റാണ്. അതല്ല വലിയവൻ. സ്വന്തം പാപത്തിൻ്റെ അളവ്, ബാഹുല്യം ഞാൻ മനസ്സിലാക്കിയാൽ ഈ മരിച്ചവനെ ഉയർപ്പിച്ചവനേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് എന്ന പിതാക്കന്മാർ പഠിപ്പിച്ചത്. അപ്പോൾ എത്രമാത്രം വലിയൊരു കാര്യമാണെന്നറിയാം പാപം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ. അത് തിരിച്ചറിഞ്ഞു. പാപം ഇല്ലെങ്കിൽ പോലും പാപം തിരിച്ചറിയുവാൻ ഈ പിതാക്കന്മാർ സാധിച്ചു. അത് അവരുടെ ശ്രേഷ്ഠതയാണ്. മൂന്നാമത്, ദൈവം ആയിത്തീർന്നതിലേക്ക് തിരിഞ്ഞവരായിരുന്നു ഈ പിതാക്കന്മാർ. ദൈവം ആയിത്തീർന്നതിലേക്ക് തിരിഞ്ഞു. അതൊന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, ദൈവം എങ്ങനെ ആയിത്തീർന്നത്? ഈ ഭൂമിയിൽ ദൈവം എങ്ങനെ ആയിത്തീർന്നത്? ഈ ഭൂമിയിൽ ദൈവത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ആരിലൂടെയാണ് കാണുന്നത്? യേശുക്രിസ്തുവിലൂടെ, പുത്രനിലൂടെ, അല്ലയോ? അപ്പൊ ദൈവം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടത് എങ്ങനെയായിട്ടാണ്? മനുഷ്യനായിട്ടാണ്. യാതൊരു അർത്ഥവും തെറ്റില്ലല്ലോ. മനുഷ്യനായിട്ടാണ് യേശു ദൈവം വെളിപ്പെട്ടത്. ഈ മനുഷ്യനിലേക്ക് നമ്മളൊന്ന് മടങ്ങിച്ചെല്ലാൻ ഈ പിതാക്കന്മാർക്ക് സാധിച്ചു. ഈ മനുഷ്യൻ്റെ ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്നറിയാം? മനുഷ്യൻ സാധാരണ മനുഷ്യനായിരുന്നില്ല. വെറും ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല യേശു ഈ ലോകത്തിൽ ജീവിച്ചത്. അതിൻ്റെ ചില വാക്യങ്ങൾ ഓർത്തോണം നിങ്ങൾ. ഇടം നഷ്ടപ്പെട്ട ഒരു അശരണനായിരുന്നു യേശു, ഇല്ലയോ? പ്രസവിക്കുവാൻ ഇടമില്ലാതെ വലഞ്ഞു തിരിഞ്ഞ ഒരു അമ്മയും അപ്പനും. ഇടമൊന്നുമില്ലായിരുന്നു ഇവർക്ക്. അങ്ങനെയുള്ള ഒരു അശരണനായ മനുഷ്യനായിട്ടാണ് യേശു ഈ ലോകത്തിൽ ദൈവം കാണപ്പെട്ടത്. പിന്നെ ചക്രവർത്തിയെ ഭയന്ന് പലായനം ചെയ്ത ഒരു അഭയാർത്ഥിയായിട്ട് യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യനെ കാണുന്നുണ്ട്. പേടിച്ച് ഓടുന്ന ഒരു മനുഷ്യനാ. അപ്പനും അമ്മയും കൊണ്ട് ഈ മനുഷ്യനെ ഓടുകയാണ്. അഭയാർത്ഥിയാ, ഒന്നുമില്ല, ഓടിപ്പോവുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു ഈ ദൈവം. പിന്നെ കാണുന്നുണ്ട് മരപ്പണിക്കാരനായ ഒരു തൊഴിലാളിയായിട്ട് യേശുവിനെ കാണുന്നുണ്ട്. കുരിശിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ ചിത്രം എന്താ? സകലരും തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രതീകമായിട്ടാണ് യേശുവിനെ കാണുന്നത്. അപ്പൊ ദൈവത്തിലേക്ക് ഈ പിതാക്കന്മാർ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ദരിദ്രരിലേക്കും അശരണരിലേക്കും ആലംബഹീനരിലേക്കും പാവപ്പെട്ടവരിലേക്കും ഈ പിതാക്കന്മാർ തിരിഞ്ഞു ചെന്നു എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം ലോകത്തിൽ സുഖത്തിൻ്റെ ജീവിതമായിരുന്നില്ല. ഇങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ഈ പിതാക്കന്മാർ ചെന്ന് ഇറങ്ങി അവരെ സഹായിക്കുവാനും അവരുടെ വിഷമങ്ങൾ അറിയുവാനും അവരുടെ ദൈവസന്നിധിയിൽ അവർക്ക് ആവുന്ന വിധം അവരെ സഹായിക്കുവാൻ ചെയ്തതുകൊണ്ട് ഇവരുടെ ജീവിതം ശ്രേഷ്ഠതയാണ് എന്ന് പഠിപ്പിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഓർത്തഡോക്സ് ആരാധനയെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പഠിപ്പിക്കല് ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി, ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന എന്നാണ് പഠിപ്പിക്കുന്നത്. ഏതായും ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന ഏതാണെന്നറിയാമോ? പള്ളിയിൽ വന്ന് നമ്മൾ ആരാധിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു, പട്ടക്കാരൻ പ്രസംഗിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കണം, അവരെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു, നമ്മൾ കേട്ടു പോയി. ആരാധനയുടെ ഫസ്റ്റ് പാർട്ട്. ഇതിന് ഇറങ്ങിയ ശേഷം ദേവാലയത്തിന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു പാവപ്പെട്ടവൻ കൈ നീട്ടി. അവനൊരു 10 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപ നീ കൊടുത്തു കഴിഞ്ഞാൽ ആരാധന പൂർണ്ണമായി. എന്ന് വെച്ചാൽ കേട്ടതുകൊണ്ട് മാത്രമല്ല, അത് പ്രവൃത്തി പദത്തിൽ എത്തിച്ചെല്ലുമ്പോഴാണ് നമ്മുടെ ആരാധന പൂർണ്ണമാകുന്നത്. പള്ളിയിൽ വന്നത് കൊണ്ടോ ആരാധിച്ചത് കൊണ്ടോ പാട്ട് പാടിയത് കൊണ്ടോ വേദപുസ്തകം വായിച്ചത് കൊണ്ടോ നിന്റെ ആരാധന പൂർണ്ണമാകുന്നില്ല. മറിച്ച് ആരാധന പൂർണ്ണമാകണമെങ്കിൽ ദൈവവചനത്തിനനുസരിച്ച് നീ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചു ഈ പരിശുദ്ധനായ പരിമല തിരുമേനി. പാവപ്പെട്ടവരുടെയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു, ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനായിട്ട് സാധിച്ചതുകൊണ്ട് ദൈവത്തിലേക്ക് ഇവർ തിരിഞ്ഞു എന്ന് നമുക്ക് പറയാം. അപ്പൊ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ പാവങ്ങളിലേക്ക് തിരിഞ്ഞു, ആരൂരുമില്ലാത്തവരിലേക്ക് തിരിഞ്ഞു, അവരുടെ വേദനയിലേക്ക് തിരിഞ്ഞു, സമൂഹത്തിന്റെ ആവശ്യങ്ങളിലേക്ക് തിരിഞ്ഞു എന്നതാണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ
ചില മൂല്യങ്ങൾ ഉറച്ചു പിടിക്കുന്നവരാണ്. വിപണന മൂല്യം എന്ന് പറയും, ഇൻസ്ട്രുമെൻ്റൽ വാല്യൂസ് എന്ന് പറയും. എന്ന് വെച്ചാൽ സുഖം, സന്തോഷം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, സന്തോഷിച്ചിങ്ങനെ അങ്ങ് ജീവിക്കുക. ഇതാണ് വിപണന മൂല്യം എന്ന് പറഞ്ഞാൽ. കമ്പോളത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറമായിട്ട് മറ്റൊരു മൂല്യമുണ്ട്, ആന്തരിക മൂല്യം എന്ന് പറയും, ഇൻട്രിൻസിക് മൂല്യം അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയും. അതിനകത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട്, സേവനം, ആരാധന, പ്രാർത്ഥന, പ്രവൃത്തി, ഇതൊക്കെ ചേരുന്നതാണ് നമ്മുടെ ആന്തരിക മൂല്യം. പലപ്പോഴും നമ്മൾ ഈ ദൈവസന്നിധിയിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇന്നത്തെ കമ്പോള സംസ്കാരത്തിൽ അങ്ങ് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ പിതാക്കന്മാർ അങ്ങനെയല്ല ആഗ്രഹിച്ചത്. ഒരു ബദൽ സംവിധാനമാണ്. യേശു തമ്പുരാൻ ജീവിച്ചത് അന്നത്തെ സമൂഹത്തിന് എതിരായിട്ടായിരുന്നു. അവർ പഠിപ്പിക്കുന്നതിന് എതിരായിട്ട് ഒരു കൗണ്ടർ കൾച്ചർ രൂപപ്പെടുത്തുവാൻ യേശുവിന് സാധിച്ചു. അതുപോലെയാണ് ഇവരും ജീവിച്ചത്. എന്ന് വെച്ചാൽ സമൂഹം ലോകം തരുന്നതിനൊക്കെ വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ദൈവം തരുന്നത് മാത്രം മതി എന്ന് പറയുവാൻ ഇവർക്ക് സാധിച്ചതുകൊണ്ട് അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന് വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാരും വേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് ഈ പരിശുദ്ധന്മാരുടെ 3 ശ്രേഷ്ഠതകളിലേക്ക് ദാവീദ് പഠിപ്പിക്കുകയാണ്. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠതയുടെ 3 ചെറിയ തലങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയുമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും വളരെ ചെറിയ രീതിയിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗന്ദര്യം വീണ്ടെടുക്കുവാൻ ഈ പിതാക്കന്മാർക്ക് സാധിച്ചു, അവരുടെ ശ്രേഷ്ഠതയാണ്. 2, ഞാൻ ആരാണെന്നുള്ള അറിവിലേക്ക് അവർ ചെന്നെത്തി. ഏറ്റവും വലിയ അറിവ് ഞാൻ പാപിയാണ് എന്നതിലേക്ക് അവർ ചെന്നെത്തി. അതാണ് ആത്മജ്ഞാനത്തിലേക്ക് അവർ ചെന്ന് അടുത്തു. 3, ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു, ദൈവമായിത്തീർന്നതിലേക്ക് തിരിഞ്ഞു. ദൈവമായിത്തീർന്നത് യേശുവിലാണ്. യേശുവിൽ മനുഷ്യനായിട്ട് തീർന്നു. മനുഷ്യനായി തീർന്നു കഴിഞ്ഞാൽ എല്ലാവരും തള്ളപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ അവതരിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ അതിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അശരണരുടെയും ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ അപ്പനും അമ്മയുമായിട്ട് ഈ പിതാക്കന്മാർ മാറിയത് കൊണ്ടാണ് ഇന്നും അവരെ നമ്മൾ ഓർക്കുന്നത്. അവരുടെ ഓർമ്മ നിത്യസ്മരണയായിട്ട് ഇന്നും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് എന്ന് ദൈവസന്നിധിയിൽ പിതാക്കന്മാരും സഭയും നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ മധ്യസ്ഥത നമുക്ക് അനുഗ്രഹമാണ്. വിശുദ്ധിയുടെ പടവുകൾ നടന്നു ചെല്ലുവാനായിട്ട് ഇവർ നമ്മെ പഠിപ്പിക്കുകയാണ്. തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, അറിവില്ലായ്മയിലൂടെ തെറ്റ് ചെയ്തിട്ടെങ്കിൽ പോലും ആ ദൈവത്തോട് ഏറ്റുപറയുന്ന മനുഷ്യരായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ഇവർ. അല്ലാതെ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഒന്നും ദൈവസന്നിധിയിൽ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധമായ കുമ്പസാര പിതാക്കന്മാരൊക്കെ നമുക്കുണ്ട്. കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഏറ്റുപറയുക, ചെയ്ത തെറ്റുകൾ ഒന്നും മറച്ചു വെക്കാതെ. ഭാരമുണ്ടാകണം, തെറ്റിനെ പറ്റി ഭാരമുണ്ടാകണം, അല്ലാതെ സങ്കടമല്ലാതെ ഭാരത്തിലൂടെ നിങ്ങൾ ചെന്ന് പറയണം, ഈ തെറ്റ് മൂലം ഞാൻ നശിച്ചു പോകുന്നല്ലോ പിതാവേ എന്ന് പറഞ്ഞ് പട്ടക്കാരന് മുമ്പിൽ നിങ്ങൾ ഏറ്റുപറയണം. അല്ലാതെ അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായിട്ട് പരീശനെ പോലെ എല്ലാ ശ്രേഷ്ഠതകളും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനായിട്ട് മാറി നിന്ന് കരയുന്ന ചുങ്കക്കാരനുണ്ട്. തെറ്റ് ആണ് എന്നുള്ള ബോധ്യത്തോടെ അവൻ ജീവിച്ചു. അതുകൊണ്ട് അവനെ ദൈവസന്നിധി നീതീകരിക്കപ്പെട്ടവനായി മാറി എന്നുള്ളത് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ അനുഭവമായി മാറുകയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ഒന്നുകൂടി ക്രമമായിട്ട് ഓർത്തുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോമ്പിൻ്റെ ആവശ്യകത പറഞ്ഞു. അനുഭവിക്കുക, അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതക്രമമാണ്, അനുഭവമായി മാറുകയാണ്. ദൂരെ നിന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ നേരം പോക്കായിട്ട് മാത്രം നോമ്പിനെ കാണുന്നവരുണ്ട്. അങ്ങനെയായി മാറരുത്. ആരാധനാ ശൈലി നമുക്കുണ്ടാകണം, നല്ല ആരാധന ശൈലി ഉണ്ടാകണം. ലോകം പഠിപ്പിക്കുന്ന ചില ആരാധന ശൈലി ഉണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ആരാധന ശൈലിയുണ്ട്. അത് സിൻസിയർ വർഷിപ്പാണ്, ആത്മാർത്ഥമായിട്ട് ആരാധന. അങ്ങനെ ആരാധിച്ച ചില വ്യക്തികളുണ്ട് വേദപുസ്തകത്തിൽ. ക്രിസ്തുവിൻ്റെ കമൻറ്റ് ലഭിച്ചവരാണ്. ദൈവം ഇവനെപ്പറ്റി നീ കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ ജീവിതം കൊള്ളാമെന്ന് പറഞ്ഞവരാണ്. നഥാനിയേൽ, യോഹന്നാൻ സ്നാപകൻ, ബഥാനിയയിലെ മറിയ, കനാന്യക്കാരി സ്ത്രീ. ഇവിടെ 4 ജീവിതങ്ങൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ടുള്ള ആരാധന, അതിലൂടെ ജീവിത വിശുദ്ധി കടന്നവരാണ്. ജീവിത വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ എന്താണ് വിശുദ്ധി എന്ന് നോക്കി, ആരാണ് വിശുദ്ധന്മാരെന്ന് നോക്കി, നാമൊക്കെ വിശുദ്ധന്മാരാണോ എന്ന് പഠിച്ചു. ഈ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത ആവശ്യമാണോ എന്ന് നമ്മൾ സഭ പഠിച്ചു. അതുകൊണ്ട് ആ പഠനത്തിലൂടെ
തുടർന്നുള്ള നമ്മുടെ ഈ ജീവിതം ദൈവം വഴി നടത്തട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും ക്രമപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരമകാരുണ്യവനായ ദൈവമേ, പരിശുദ്ധമായ ഈ ദിവസം നിന്റെ ആലയത്തിൽ ഏഴകളും പാപികളുമാകുന്ന അടിയങ്ങളെ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് നീ ഇടയാക്കിയ കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും നിന്റെ ഓർമ്മയിൽ നിന്ന് നീ അവിടുന്ന് മായിക്കണമേ. അറിവ് കൂടാതെയോ മനസ്സുകൂടാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെ അവിടുന്ന് നീ ദൂരീകരിച്ച് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. നീ നൽകിയ അറിവിൻ വെളിച്ചത്തിൽ അല്പസമയം അടിയൻ ഇവരോട് സംസാരിക്കുവാൻ ഇടയാക്കിയല്ലോ. ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്ന ആത്മീയ അനുഭവം ഞങ്ങളിലും ഇവരിലും നീ അവിടുന്ന് ചൊരിഞ്ഞു ചേരണമേ. ഞങ്ങളുടെ അനുസരണയുള്ളവരും കൃപയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. നിന്റെ ദൈവിക ദാനം ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. നിന്റെ പരിശുദ്ധന്മാർ കാണിച്ച ജീവിത മാതൃകകളെ പിൻപറ്റുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അവിടെ ജീവിതം അനുകരിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചവനായ കർത്താവേ, അതുപോലെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഈ ലോകം ഞങ്ങളെ വിഴുങ്ങുവാൻ ഇടയാകരുതേ. ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു, മരണത്തെ ജയിച്ചവനായ നിന്നെ പിൻപറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു, നമ്മുടെ എല്ലാ ഇടവകളെയും സമർപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു, രോഗികളായവരെ സമർപ്പിക്കുന്നു, വാർദ്ധക്യത്തിനായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, ദൂരെയായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ, കൃപയോടെ വഴി നടത്തണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാക്കളെ ഇമ്പങ്ങളുടെ പരദീസയിൽ നീ ആശ്വസിപ്പിക്കണമേ. ആയത് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും കരയേറ്റുകൊണ്ട് തന്നെ. ആമേൻ.